Good morning. Good morning, everyone. Good morning, Shravya. Yes. So, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും എൻട്രിയുടെ ഒരു പുതിയ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സൂരജ്. യെസ്, എൻ്റെ പേര് അഞ്ജലി. നമ്മളിന്ന് ഒരു കുട്ടി ആർട്ടിക്കിളാണ് എടുത്തേക്കുന്നത്. പക്ഷേ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. വളരെ പോസിറ്റീവ് നോട്ട് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇന്ത്യയുടെ ട്രേഡ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യ ട്രേഡ് സ്ട്രാറ്റജി ഇൻ എ മൾട്ടി പോളാർ വേൾഡ്. അത് എഴുതിയിരിക്കുന്നത് ചന്ദ്രജിത് ബാനർജി. അദ്ദേഹം ഡയറക്ടർ ജനറൽ ആണ് ദ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, CII. ഓക്കെ, ആദർശ് ഗുഡ് മോർണിംഗ്. യെസ്, സോ ഇന്നത്തെ ആർട്ടിക്കിൾ വളരെ കുട്ടി ആർട്ടിക്കിളാണ്. ഞാൻ പറഞ്ഞു അധികം വേർഡ്സോ ബൊംബാസ്റ്റിക് വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ് ഒന്നും ഇല്ല. ഒരു ആർട്ടിക്കിൾ ഇന്നലത്തെ ന്യൂസ് പേപ്പർ, നമ്മൾ ഡൽഹി എഡിഷനാണ് കേട്ടോ ന്യൂസ് പേപ്പർ എടുക്കുന്നത്. സോ ഡൽഹി എഡിഷൻ ന്യൂസ് പേപ്പറിൽ ഇന്നലെ ഉണ്ടായിരുന്നത് ഇസ്രയേലിൻ്റെ ആയിരുന്നു. ഇറ്റ് വാസ് എ ലിറ്റിൽ ലെങ്തി ആർട്ടിക്കിൾ, പക്ഷേ റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നി. ഇതും റെപ്പറ്റേറ്റീവ് ആണ്. കാര്യം എന്താ വെച്ചാൽ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് പോസ്റ്റ് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ സൈൻ ചെയ്ത എന്താ പറയുക ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ച്, അതിനുശേഷം വന്ന US-ആയിട്ടുള്ള ഒരു ടെമ്പററി ഒരു കരാർ വന്നിരുന്നു, അതിനെക്കുറിച്ച്, അങ്ങനെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സിൽ വേർ ഇസ് ഇന്ത്യാസ് പൊസിഷൻ ഇൻ ദ വേൾഡ് എന്ന് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡീപ് ഡൈവ് ഇൻ ടു ദ ആർട്ടിക്കിൾ. യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഒരു നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള, ഞാൻ ലൈൻ ബൈ ലൈൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ആകത്തുക ഒരു സെൻറ്റൻസ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആകത്തുക നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ട്രേഡ് സ്ട്രാറ്റജി അത് എയിം ചെയ്യുന്ന എന്താണ്, എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ സ്ട്രെങ്തൻ ഇറ്റ്സ് പൊസിഷൻ ആസ് എ ലീഡിങ് ഗ്ലോബൽ ട്രേഡ് പാർട്ട്ണർ. ഓക്കെ, എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യുക. സെക്കൻഡ് വൺ എന്താണ്, ഒരു ട്രേഡ് പാർട്ട്ണർ, അതായത് ലീഡിങ് ആയിട്ടുള്ള ഗ്ലോബൽ പാർട്ട്ണറിലേക്ക് ഇന്ത്യയുടെ പൊസിഷൻ എലിവേറ്റ് ചെയ്യുക, ഉയർത്തുക എന്നതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളിപ്പം റീസെൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഇന്ത്യയുടെ ഗ്ലോബൽ ട്രേഡ് സ്ട്രാറ്റജി, അതായത് ഇൻ്റർനാഷണൽ ട്രേഡിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, യെസ്. സോ ഇത് എന്തിനാണ്, ഒരു അംബിഷ്യസ് ആയിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് അല്ലേ, നമ്മളുടെ തീരുവ, അതായത് താരിഫ് റേറ്റ്സിൻ്റെ ഏകദേശം 90% കുറച്ചുകൊണ്ടുള്ള, അതുമാത്രമല്ല ഒരുപാട് അധികം ബെനിഫിറ്റ്സ് വരുന്ന ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണലി നമ്മുടെ ഇക്കണോമിക് ഫോറത്തിൽ ഇന്ത്യയുടെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കുക, സ്ട്രോങ്ങർ പ്രസൻസ്, അതായത് ഇന്ത്യയുടെ പൊസിഷൻ കുറച്ചുകൂടെ നിജപ്പെടുത്തുക, സ്ട്രോങ്ങർ ആക്കുക. ഇനി 2023 ഇന്ത്യ നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഗോൾ ഓഫ് ഇൻക്രീസിങ് എക്സ്പോർട്സ് ടു 2 trillion by 2030. ഈ ഫിഗേഴ്സൊക്കെ നമ്മൾ പല ആർട്ടിക്കിൾസിലായിട്ട് കേട്ടേക്കുന്നതാണ്. ഓക്കെ, സോ $2 trillion 2030 ഇന്ത്യയുടെ എക്സ്പോർട്ട് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി 2023 അപ്ഡേറ്റ് ചെയ്യേണ്ടായി. അതെന്താണ് റീഇൻഫോഴ്സ് ചെയ്തത്, ഒരു ഫ്രെയിം വർക്കാണ് ഓഫ് സ്ട്രാറ്റജി ഓട്ടോണമി ദാറ്റ് സപ്പോർട്ട് സോവറിൻ ഡിസിഷൻ മേക്കിംഗ്. സോവറിൻ മീൻസ് സുപ്രീം അല്ലേ, സുപ്രീം ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും അതുപോലെ വൈൽ എൻഗേജിങ് മേജർ ഗ്ലോബൽ പവേഴ്സ്, എല്ലാ വിധത്തിലുള്ള മേജർ ആയിട്ടുള്ള ഗ്ലോബൽ പവേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഗേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് നമ്മൾ ട്രേഡ് നിശ്ചിത ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് മാത്രമല്ല, മറിച്ച് വലിയ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങളും അടങ്ങുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മളുടെ ട്രേഡ് റിലേഷൻസ് നമ്മൾ കീപ്പ് ചെയ്ത് ഒരു സുപ്രീം ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിലേക്ക് ഇന്ത്യ എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഫോറിൻ ട്രേഡ് പോളിസി 2023 അപ്ഡേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൻ്റെ 2025 ഇയർ എൻഡ് റിവ്യൂ റെക്കോർഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
6.05 ആനുവൽ ഇൻക്രീസ് ഇൻ ടോട്ടൽ എക്സ്പോർട്ട് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത വകയിലും അതുപോലെ നമ്മുടെ സർവീസസ് ബോത്ത് മെർച്ചൻഡൈസ് ആൻഡ് സർവീസസ് കമ്പൈൻ അത് ഏകദേശം എത്തി നിൽക്കുന്നത് 825.25 ബില്യൺ ഡോളേഴ്സിലാണ്. ഓക്കെ, സോ ട്രില്യണിലോട്ട് എത്താൻ ഇനിയുമുണ്ട്, ഇസ്ന്റ് ഇറ്റ്? അപ്പം നമ്മളിപ്പോൾ എടുത്തു നോക്കേണ്ടത് 2025, ഇനി 5 കൊല്ലമുണ്ട് നമ്മുടെ ആ ടാർഗറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട്. പക്ഷേ ഇന്ത്യയുടെ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണ് എങ്കിൽ ഈ രീതിയിൽ എന്താ പറയുക, വേൾഡ് ഓർഡർ ഇനി കൂടുതലായിട്ടൊരു ഡ്രാസ്റ്റിക് ചേഞ്ചസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലേ, എവറി ഡേ ഇന്നലെയും നമ്മൾ ന്യൂസ് കണ്ടു, ഇറാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാരോട് ബൈ എനി മീൻസ് അവിടുന്ന് മാറിക്കൊള്ളാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എനി ട്രാവൽ മീൻസ് എന്ന് പറഞ്ഞേക്കുന്നത്, കിട്ടുന്ന ഫ്ലൈറ്റ്സ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് ആണെങ്കിൽ പോലും എന്ത് കിട്ടുന്നത് എടുത്ത് പോകാനായിട്ടുള്ള സോ വെസ്റ്റ് ഏഷ്യ കുറച്ചുകൂടെ ടർബുലൻസിലേക്ക് വരികയാണ്. ട്രേഡിൻ്റെ മുഖങ്ങളൊക്കെ മാറുകയാണ് അല്ലേ. ആലീസ് ഒന്നും പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ആരോടും പറയാൻ പറ്റില്ല ദർ ആർ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഈച്ച് കൺട്രി എന്നുള്ളത്. ഇൻ്റർനാഷണൽ ലോ വെറും എന്താ പറയുക നോക്കുകുത്തിയായി നിൽക്കുന്ന അവസ്ഥ അല്ല. ഇങ്ങനെ പല സിറ്റുവേഷൻസും നമ്മൾ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എഡിറ്റോറിയലിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ചേഞ്ചിങ് വേൾഡ് ഓർഡറിൽ ഇന്ത്യയുടെ പൊസിഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു സ്ട്രെനുവസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഈ ഷിഫ്റ്റ് ഇൻ അപ്രോച്ച് എങ്ങനെയാണ് വന്നേക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യ ഒരു വളരെ കോഷ്യസ് ആയിട്ടുള്ള, അതായത് ധൃതി പിടിച്ചൊന്നും എടുക്കാതെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇന്ത്യ എടുത്തേക്കുന്നത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ. അതായത് ആദ്യം എന്താണ് ചെയ്തേക്കുന്നത്, ഇക്കണോമീസ് ദാറ്റ് വെയർ സിമിലർ ഇൻ സ്ട്രക്ചർ. ആദ്യം നമ്മൾ ചെയ്തിരുന്നത് എന്താണ്, സാമ്പത്തിക ശക്തികൾ സിമിലർ ആയിട്ടുള്ള സാമ്പത്തിക ശക്തികളും അതുപോലെ ആ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇന്ത്യ ഇത് ചെയ്തിരുന്നത്. കുറേ കാലങ്ങളായിട്ട് അങ്ങനെയായിരുന്നു. അതായത് തുല്യമായിട്ടുള്ള സാമ്പത്തിക ശക്തികളുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇന്ത്യ ചെയ്തിരുന്നത്. പക്ഷേ റീസെൻ്റ് ഇയേഴ്സിൽ വളരെ അടുത്ത കാലത്തായിട്ട് ന്യൂഡൽഹി എന്ത് ചെയ്തേക്കാണ്, കുറച്ചുകൂടെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, പ്രോ ആക്റ്റീവ് മീൻസ് ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡ് സ്ട്രാറ്റജിയിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്തേക്കുന്നത്. ഒരു ഇൻറ്റൻസീവ് നെഗോസിയേഷൻ ആൻഡ് കണ്ടക്ടിങ് കോംപ്രിഹെൻസീവ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ്, അതായത് ഇൻറ്റൻസീവായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. നമുക്കറിയാം, യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് വളരെ റീസെൻ്റ്ലി നമ്മൾ നടത്തിയ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ഡിസ്കഷൻസിന് ശേഷമാണ് അങ്ങനെ ഒരു ഡിസിഷൻസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. സോ കൺക്ലൂഡിങ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് മേജർ ഡെവലപ്ഡ് ഇക്കണോമീസ്, അതായത് സാമ്പത്തിക ശക്തികളായ ഓൾറെഡി ആയിട്ടുള്ള ഇക്കണോമീസുമായിട്ടുള്ള നമ്മുടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദാറ്റ് വാസ് പ്രീവിയസ്ലി ബിയോണ്ട് റീച്ച്. മുൻകാലങ്ങളിൽ അത് നമ്മളുടെ റീച്ചിന് അപ്പുറത്തായിരുന്നു. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ്, ഇറ്റ് ഈസ് റീച്ചബിൾ അല്ലേ, നമുക്കിപ്പോൾ അതിനെ എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. റീസെൻ്റ് എസ്റ്റിമേറ്റ് പ്രകാരം ഇന്ത്യയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഇസ് പ്രൊജക്റ്റഡ് ഓവർ 71% ഓഫ് ദ ടോട്ടൽ എക്സ്പോർട്ട് ബാസ്ക്കറ്റ് ബൈ 2026. അതായത് ഏകദേശം 71% ഇൻക്രീസ് വന്നേക്കുന്നത്. അപ്പോൾ ഇൻക്രീസ് എത്രയാണെന്നറിയോ, 22% 2019 കറക്റ്റാണ്. യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് അല്ലേ. യെസ്, കറക്റ്റാണ് ആദർശ്. 22%-ൽ നിന്ന് ഒറ്റയടിക്ക് 71%, അതായത് 2019 22% ആയിരുന്നത് 2026 വരുമ്പോഴേക്കും അത് 71% ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് മൂലം ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു റാപ്പിഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താ, റിഫ്ലെക്ട്സ് എ ഡിസിസീവ് ഷിഫ്റ്റ്. ഡിസിസീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഒരു കീ ഷിഫ്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. away from the primary regional trade agreement towards deeper integration with advanced economies such as Australia, European Union, United Arab Emirates, United Kingdom, United States അല്ലേ. അപ്പം നമുക്കറിയാവുന്നതാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള നേഷൻസുമായിട്ട് ഇന്ത്യ നടത്തുന്ന ട്രേഡ് എഗ്രിമെൻറ്റ്സ്. ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ, UAE. കഴിഞ്ഞ ദിവസം നമ്മൾ UAEയുടെ റീസെൻ്റ്ലി വായിച്ചു അല്ലേ, ഗിഫ്റ്റ് സിറ്റിയെക്കുറിച്ചും കാര്യങ്ങളുമൊക്കെ. DP വേൾഡ് എങ്ങനെയാണ് ഇവിടെ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്, നമ്മുടെ ബാങ്കിൽ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ദ UK ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇവിടെ കാണിക്കുന്നത് എന്താണ്, ഇന്ത്യയുടെ ബ്രോഡർ സ്ട്രാറ്റജിക് അംബീഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ,
to integrate into a global value chain and high value market. ഇനി ഇന്ത്യയുടെ ഡിപ്ലോമസി, ട്രേഡ് ഡിപ്ലോമസിയിൽ ഏറ്റവും വലിയൊരു മേജർ ഡെവലപ്മെൻറ്റ് നടന്നത് എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നടത്തിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ റിപ്പബ്ലിക് ഡേ അല്ലേ, ജാനുവരി 27, 2026 നമ്മൾ കണ്ടതാണ്. ജാനുവരി 26 യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിരുന്നു അതിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചീഫ് ഗസ്റ്റ് ആയിരുന്നത്, ഇസ്ന്റ് ഇറ്റ്? അപ്പം ഏകദേശം 2 decades means 20 years of നെഗോസിയേഷന് ശേഷം അല്ലേ, 20 കൊല്ലക്കാലത്തെ നെഗോസിയേഷന് ശേഷമാണ് നമുക്ക് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ എത്താൻ സാധിച്ചത്. സോ ഇതിനെ എന്തിനാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെ ലെയിൻ അവർ പറഞ്ഞത്. ദിസ് ഇസ് സംതിങ് ഹിസ്റ്റോറിക്. കാരണം എന്താണ്, 20 കൊല്ലമായിട്ട് നെഗോസിയേഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് എത്തിയത്. സോ ഇവിടെ എന്ത് സൃഷ്ടിക്കപ്പെടുന്നു? ഒരു വാസ്റ്റ് ഫ്രീ ട്രേഡ് സോൺ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വാസ്റ്റ് ആയിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് സോൺ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. കവറിങ് നിയർലി 2 ബില്യൺ പീപ്പിൾ അല്ലേ, 2 ബില്യൺ ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇനി എത്രമാത്രം താരിഫ് റേറ്റ്സ് ഇവിടെ കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 90% താരിഫ് റേറ്റ്സ് ഇവിടെ കുറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇന്ത്യക്ക് അത് വളരെ വലിയ ബെനിഫിറ്റ് ആണ് അല്ലേ. നമ്മൾ അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമേരിക്കയിൽ 100% തീരുവ, 150% തീരുവ എന്നൊക്കെ നമ്മൾ കേട്ട് നമ്മളിത് എന്ത് ചെയ്യും അല്ലേ. ഇന്ത്യയുടെ ഒരു മേജർ എക്സ്പോർട്ടിംഗ് ആയിരുന്നു അമേരിക്ക. സോ അങ്ങനെ നമ്മുടെ കോട്ടൺ പ്രോഡക്ട്സിൻ്റെ അല്ലേ, അത് കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ആരുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുക. വിയറ്റ്നാം ഇസ് ഓൾസോ ദെയർ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു ഇത്രയും വലിയൊരു പ്രോഡക്റ്റ് നമ്മൾ കോട്ടൺ അവിടേക്ക് സെയിൽ ചെയ്യുമ്പോൾ, ഇത്രയും മേജർ കോട്ടൺ മാത്രമല്ല എല്ലാ പ്രോഡക്ട്സും സെയിൽ ചെയ്യുമ്പോൾ ഇത്രയും അധികം നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ഒരു അവസ്ഥ, താരിഫ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ലോസ് ഫോർ അവർ ഇൻവെസ്റ്റേഴ്സ് അല്ലെ. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ ഈ 90% ഓഫ് ദ താരിഫ് റേറ്റ്സ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഗ് അച്ചീവ്മെൻറ്റ് അല്ലേ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബൂസ്റ്റിംഗ് മാർക്കറ്റ് ആക്സസ് ഫോർ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ്. ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് മാർക്കറ്റ് ആക്സസ് കിട്ടുക, എസ്പെഷ്യലി എന്തെല്ലാമാണ്? ടെക്സ്റ്റൈൽസ്, ലെതർ, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, മാരൈൻ പ്രോഡക്ട്സ്. ഇപ്പം നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ആദർശ് വാസ് ദെയർ ഇൻ ദ ക്ലാസ്. ആദർശിന് ഓർമ്മയുണ്ടാവും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എന്തുമാത്രം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, സോ അത് ഇറ്റ് എൻഹാൻസസ്. എന്തിനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്? ഇന്ത്യയുടെ കോമ്പറ്ററ്റീവ്നെസ് ആണ് കാണിക്കുന്നത്. എവിടേക്ക്? ബംഗ്ലാദേശ് ആൻഡ് വിയറ്റ്നാം. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള സിമിലർ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ബംഗ്ലാദേശ് ആൻഡ് വിയറ്റ്നാമിലുള്ള ആൾക്കാരിലേക്ക് മീൻസ് അവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് താരിഫ് റിമൂവ് ചെയ്യുക മാത്രമല്ല, ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്സിലും അതുമാത്രമല്ല റെഗുലേറ്ററി കോപ്പറേഷൻ അവർ നടത്തുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വളരെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ മെഷീനറീസും ഇൻപുട്ടും ആക്സസ് ചെയ്യാനുള്ള ഒരു സംവിധാനവും നൽകുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഫോസ്റ്റർ ചെയ്യുന്ന എന്താ? ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഫോസ്റ്റർ ഡിജിറ്റൽ ട്രേഡ്. നമ്മൾ UK-യുമായിട്ട് നമ്മൾ പറയുമ്പം ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ് അല്ലേ. അപ്പം നമ്മൾക്ക് എപ്പോഴും ഉള്ളൊരു പവർ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ ആണ്. നമ്മൾക്ക് ആൾക്കാരുണ്ട് വർക്ക് ചെയ്യാനായിട്ട്, ഇസ്ന്റ് ഇറ്റ്? സോ നമ്മൾ ഡോക്ടർ ശശി തരൂറിൻ്റെ ഒരു ആർട്ടിക്കിൾ ഒരു 4-5 months 3-4 months ബിഫോർ ആണ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ബ്രിട്ടനുമായിട്ടുള്ള ടൈസ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കേണ്ടത്. കാരണം ഹാർഡ്വെയർസ് ദേ ആർ പ്രൊഡ്യൂസിങ് ഗുഡ് ഹാർഡ്വെയർസ് ആൻഡ് വി ഹാവ് സോഫ്റ്റ്വെയർസ് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്, ഈ ഒരു ട്രേഡ് നമുക്ക് കൂടുതൽ എൻഹാൻസ്ഡ് ആക്കാനായിട്ട് സാധിക്കുമെന്നൊരു പ്രാവശ്യം ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തു പോയിരുന്നു. സോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും അതുപോലെ ലോങ് ടേം എക്കണോമിക് റെസിലിയൻസ് അല്ലേ. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് തരത്തിലുള്ള പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു സാഹചര്യം അത് നേടാനും നമുക്ക് സാധിക്കും. ഓക്കെ, സോ നമ്മൾ 2026 ജാനുവരി 27 നടത്തിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് യൂറോപ്യൻ യൂണിയനെ വിളിച്ചത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നായിരുന്നു അല്ലേ.
സോ ഇതൊരു എഗ്രിമെൻറ്റ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഒരു ട്രാൻസ്ഫോർമേയ ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു I think there is some issue. Yeah. Okay. Sorry for the trouble. In the OBS, something went wrong. Okay. Yeah. Okay. So marks a decisive shift. അല്ലേ, ഒരു വലിയൊരു ഡിസിസീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് കാണിച്ചത് ഇന്ത്യയുടെ ബ്രോഡർ ഗ്ലോബൽ ട്രേഡ് സ്ട്രാറ്റജിയിൽ. ഓക്കെ, ഷവ്യ, ഈസ് ഇറ്റ് ഓക്കെ നൗ? ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ്, ഓക്കെ, താങ്ക് യു ആദർശ്. ഡീൽ വിത്ത് ദ യു എസുമായിട്ടുള്ള ഒരു ഡീലിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഏർലി 2026 ഫെബ്രുവരി ആദ്യം അല്ലേ, ഇന്ത്യയും യു എസും തമ്മിൽ ഒരു ഫ്രെയിം വർക്ക് ഓഫ് ആൻ ഇൻറ്ററിം എന്ന് പറഞ്ഞ ഒരു ടെമ്പററി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ടെമ്പററി എഗ്രിമെൻ്റ് ഓൺ റെസിപ്രോക്കൽ ട്രേഡ്. അപ്പം നമുക്കറിയാം 100%, 100% ശതമാനവും തീരുവയൊക്കെ ഡൊണാൾഡ് ട്രംപ് 2.0 വന്നപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു പെട്ടെന്നുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരികയുണ്ടായി അല്ലേ. അതിനെ മറികടന്ന് ഫെബ്രുവരി 2026 നമ്മൾ 2026 ആദ്യ പകുതിയിൽ നമ്മളൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ട്രേഡ് എഗ്രിമെൻറ്റ് നടത്തുകയുണ്ടായി ഓൺ റെസിപ്രോക്കൽ ട്രേഡ്. അത് കമ്മിറ്റ് ചെയ്യുന്ന എന്താണ്? അഡ്വാൻസിങ് നെഗോസിയേഷൻ ഓൺ ബ്രോഡർ US-India ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്. ഇനി BTA ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്. ബയലാറ്ററൽ മീൻസ് രണ്ട് രാജ്യങ്ങൾ. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മാത്രമാണ്. ബയലാറ്ററൽ മീൻസ് ഫ്രം ബോത്ത് ദ സൈഡ്സ് അല്ലേ. അപ്പോൾ ബയലാറ്ററൽ ആയിട്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഈ ഒരു ടെമ്പററി ഫ്രെയിം വർക്ക് നടത്തുന്നത് എന്തിനെ കുറിച്ചാണ്? പ്രോഗ്രസീവ്ലി റെഡ്യൂസ് താരിഫ്സ് വളരെ കാര്യമായിട്ട് കുറയ്ക്കാനും, എക്രോസ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, വളരെയധികം നമ്മൾ US-ഉമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ആ പ്രോഡക്ട്സ് അല്ലേ, അവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് അങ്ങോട്ടേക്കും നടത്തുന്ന ട്രേഡാണ് ബയലാറ്ററൽ ട്രേഡ്, ഇസ്ന്റ് ഇറ്റ്? സോ ഗ്രേറ്റർ ഇന്ത്യൻ എക്സ്പോർട്ട് വളരെ കാലം US-ലേക്ക് നടത്താനും, അതുപോലെ ഓവറോൾ മാർക്കറ്റ് ആക്സസ് ഇംപ്രൂവ് ചെയ്യിക്കാനും ഈ ട്രേഡ് നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പം നമ്മൾ രണ്ട് മേജർ ട്രേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് FTA കുറിച്ചും, രണ്ടാമത്തെ ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് BTA കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് വിത്ത് യൂറോപ്യൻ യൂണിയൻ ആണ്, രണ്ടാമത്തത് വിത്ത് US ആണ്. ഓക്കെ, സോ എഗ്രിമെൻ്റ് എന്തിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? ഒരു സ്ട്രാറ്റജിക് കൊളാബറേഷനെ കുറിച്ചാണ് പറയുന്നത്, ഇസ്ന്റ് ഇറ്റ്? ഇൻ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് സച്ച് ആസ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്, ഇസ്ന്റ് ഇറ്റ്? നമ്മളുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് EV അല്ലേ, അത് വേണമെങ്കിൽ നമുക്ക് റെയർ എർത്ത്സും സെമി കണ്ടക്ടേഴ്സും ആവശ്യമാണ്. നമ്മൾ ചൈനയെ ഓവർ ഡിപ്പെൻഡൻസ് ആണ് എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഒരു ആർട്ടിക്കിൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടോട്ടലി വി ആർ ഡിപ്പെൻഡിങ് ഓൺ ചൈന ഫോർ റെയർ എർത്ത് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ലിത്തിയത്തിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. സോ ഈ ഒരു എഗ്രിമെൻറ്റ് സ്ട്രാറ്റജിക്കലി എന്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്? റെയർ എർത്ത്സും സെമി കണ്ടക്ടേഴ്സും. ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈസ് എക്സ്പെക്റ്റഡ് ടു സപ്പോർട്ട് ഇന്ത്യസ് അംബിഷൻ ഓഫ് ഹൈ ടെക്നോളജി മാനുഫാക്ചറിങ്. അപ്പോൾ ഇന്ത്യയുടെ അംബിഷൻ എന്താണ്? ഹൈ ടെക്നോളജി മാനുഫാക്ചറിങ് ആണ്. അതുപോലെ ഇലക്ട്രോണിക് എക്സ്പോർട്ട് കപ്പാസിറ്റി ഇന്ത്യ കൂട്ടുക, അതുപോലെ എമർജൻസ് ആസ് എ റിലയബിൾ ഗ്ലോബൽ ഹബ് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ റിലേറ്റഡ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ചൈനയാണ്. കാരണം അവരാണ് ഏറ്റവും ഹബ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് അല്ലേ. ചൈന, തായ്വാൻ, ഈ രാജ്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ഇന്ത്യയുടെ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈ ടെക്നോളജി മാനുഫാക്ചറിങ്, അതുപോലെ ഇലക്ട്രോണിക് കപ്പാസിറ്റി ഉയർത്തുക, അതുപോലെ ഇന്ത്യയെ ഇലക്ട്രോണിക്സിൻ്റെയും സെമി കണ്ടക്ടർ ആയിട്ടുള്ള റിലേറ്റഡ് പ്രോഡക്ട്സിൻ്റെയും ഒരു റിലയബിൾ വിശ്വസനീയമായ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഏറ്റവും വലിയ ഉദ്ദേശം. സോ ഈ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ സ്പെസിഫിക് മാർക്കറ്റ്സ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇതിനു മുമ്പ് ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ആഫ്രിക്കയിലേക്ക് നമ്മളുടെ ട്രേഡ് വിപുലമാക്കുന്നതിൻ്റെ, ഇസ്ന്റ് ഇറ്റ്? ആഫ്രിക്ക ഈസ് ഓൾസോ ഹാവിങ് റെയർ എർത്ത് എലമെൻറ്റ്സ്. അപ്പോൾ ആഫ്രിക്കയിലേക്ക് നമ്മൾ ഓപ്പൺ കോറിഡോർസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ US, ആഫ്രിക്ക, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കും നമ്മളുടെ
ട്രേഡ് വിപുലപ്പെടുത്തുമ്പോൾ സ്പെസിഫിക് മാർക്കറ്റ് ഓവർ ഡിപ്പെൻഡൻസ് കുറയും. അതായത് ചൈനയാണ് ഇവിടെ മെൻഷൻ ചെയ്തു പോകുന്നത്. ഓക്കെ, സോ ഇന്ത്യ എൻഹാൻസസ് ഇന്ത്യ സ്ട്രാറ്റജിക് ആൻഡ് ഇക്കണോമിക് ഫ്ലെക്സിബിലിറ്റി. ഇന്ത്യ എന്ത് ചെയ്യുകയാണ് അവിടെ? ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കും അതുപോലെ ഇക്കണോമിക് ഫ്ലെക്സിബിലിറ്റിയും അവിടെ എൻഹാൻസ് ചെയ്യുകയാണ്. എൻഹാൻസ് മീൻസ് ടു ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രാറ്റജിക്കലി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ റീസെൻറ്റ് ഗ്ലോബൽ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മേജർ ഷിഫ്റ്റ് ടുവേർഡ്സ് എൻഹാൻസിങ് ഹിസ് റോൾ ആസ് എ ലീഡിംഗ് പ്ലെയർ ഇൻ ദ ഗ്ലോബൽ ട്രേഡ് സിസ്റ്റം. ഇന്ത്യയുടെ ഒരു ലീഡിംഗ് പ്ലെയർ ആയിട്ടുള്ള ഗ്ലോബൽ ട്രേഡ് സിസ്റ്റത്തിൽ ഇന്ത്യയുടെ റോളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് 4 കീ ഡിമെൻഷൻസിൽ നിന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡീപ്പർ എൻഗേജ്മെൻറ്റ് വിത്ത് അഡ്വാൻസ്ഡ് എക്കോണമീസ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കോണമീസ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ, US എന്ന രാജ്യങ്ങളിലേക്ക് എന്ന സ്ഥലങ്ങളിലേക്ക് ഇന്ത്യയുടെ ഡീപ്പർ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ്. ഓക്കെ, സോ പ്രിഫറൻഷ്യൽ ആക്സസ് ടു സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ലുക്രേറ്റീവ് ആൻഡ് ഹൈ ഡിമാൻഡ് മാർക്കറ്റ്. ലുക്രേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്ന ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, അല്ലേ, സംതിങ് ദാറ്റ് ഈസ് ഗിവിങ് യു സം കൈൻഡ് ഓഫ് എ പ്രോഫിറ്റ് ഓർ എ ബെനിഫിറ്റ്, അതാണ് ലുക്രേറ്റീവ്. ലുക്രേറ്റീവ് ആയിട്ടുള്ള ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടെ ആക്സസ് കിട്ടുക എന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഓക്കെ, അതാണ് നമ്മളിവിടെ ലക്ഷ്യമാക്കുന്നത് ഈ ഒരു എഗ്രിമെൻറ്റ്സ് മൂലം. സോ ഈ ആക്സസ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ്ലി ഇന്ത്യയുടെ എക്സ്പോർട്ട് പൊട്ടൻഷ്യലിനെ സ്ട്രെങ്തൻ ചെയ്യും. ഇന്ത്യയുടെ എക്സ്പോർട്ട് പൊട്ടൻഷ്യലിനെ സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ ഇന്ത്യ ഗ്ലോബൽ മാർക്കറ്റിൽ അവരുടെ ഒരു സ്ഥാനം നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ, സോ എന്തിൻ്റെ ബെനിഫിറ്റിലൂടെ? ബെനിഫിറ്റ് ഫ്ലോയിങ് ടു ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സ്, ഇൻ്റഗ്രേറ്റിംഗ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, MSMEs, അല്ലേ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു MSMEs, isn't it? ഈ MSMEs എന്ത് കൊണ്ടുവരാനായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. MSMEസിലൂടെ നമ്മൾക്ക് എക്സ്പോർട്ട് പൊട്ടൻഷ്യലും അതുപോലെ ഇന്ത്യയുടെ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പ്രസൻസ് കൊണ്ടുവരാനും നമ്മളെ കൊണ്ട് സാധിക്കും. So agreement are across continents that reinforces India's strategic attempt to diversify and not become over dependent on any single geography. അപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്താണ്? ഈ ഒരു എഗ്രിമെൻ്റ് കൊണ്ടുവന്ന മൂലം പല കോണ്ടിനെൻസിലെയും പല രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അറ്റംപ്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ, അല്ലേ, ഒരിടത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ മറിച്ച് എല്ലായിടത്തേക്കും വിപുലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു സിംഗിൾ ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം ഇന്ത്യ നടത്തുന്ന ഡിപ്പെൻഡൻസി ഒഴിവാക്കാനായിട്ട് സഹായകരമാകും. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താണ് പറയുന്നത്? ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് റെഡ്യൂസസ് ബാരിയേഴ്സ്, അല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ രണ്ട് സൈഡിൽ നിന്നും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും ഓൺ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, അല്ലേ, അതിന് ഉള്ള തടസ്സങ്ങൾ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ഫേംസിന് കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അതുപോലെ മോസ്റ്റ് ഇഫക്റ്റീവ്ലി ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാർക്കറ്റിൻ്റെ ഭാഗമാകാനായിട്ടും അവരുടെ ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും സഹായകരമാകും. ഇതൊക്കെ ഏത് ഏരിയയിലാണ് ബെനിഫിറ്റ് ആകുക? ടെക്നോളജി, ഇലക്ട്രോണിക്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് സർവീസസ്, ഇതിലെല്ലാറ്റിലും ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടും നമ്മൾക്ക് എന്താ പറയുക, ഇന്ത്യയുടെ ഒരു ട്രേഡിന് കുറച്ചുകൂടെ സഹായകരമാകുന്ന ഇന്ത്യയുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രേഡ്സ് കുറച്ചുകൂടെ എന്താ പറയുക എളുപ്പത്തിൽ സാധ്യമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. ഓക്കെ, തേർഡ് വൺ, മൂന്നാമത്തെ പോയിന്റ് എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രാറ്റജിക് ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് പറയുന്നത് ഫോർ എൻഹാൻസിങ് ഇന്ത്യസ് ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, അല്ലേ. അവിടെ നമ്മൾ ഡീപ്പർ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ വിത്ത് മേജർ ആയിട്ടുള്ള പവേഴ്സ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ, US, അതുപോലെ ഓസ്ട്രേലിയ, UAE, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുമായിട്ടും നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഗ്ലോബൽ ഇക്കണോമിക് ഗവേണൻസിൽ ഇന്ത്യയുടെ റോള് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ റോള് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നിശ്ചിതമായിട്ടുള്ള പൊസിഷൻ കുറച്ചുകൂടെ ബലപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദ പൊസിഷൻ ഇറ്റ്സെൽഫ് ആസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വോയിസ് ഇൻ ഷേപ്പിംഗ് ട്രേഡ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഈ പൊസിഷനാണ് എന്ത് ചെയ്യുന്നത്? ഷേപ്പിംഗ് ട്രേഡ് നോംസും സ്റ്റാൻഡേർഡ്സും, അല്ലേ. നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? വി ഷുഡ് ബി വെരി പവർഫുൾ, അല്ലേ. സോറി. സോ ഇതാണ് ലാസ്റ്റ് പാരഗ്രാഫ്. അറ്റ് ദ കോർ, മൊത്തത്തിൽ ആകത്തുകയായിട്ട് പറയാനായിട്ടാണെങ്കിൽ എന്താണ്? ഇന്ത്യയുടെ
ഇവോൾവിംഗ് ഗ്ലോബൽ ട്രേഡ് സ്ട്രാറ്റജി, ഉയർന്നുകൊണ്ടിരിക്കുന്ന അല്ലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ സെൻട്രൽ ടു ഇറ്റ്സ് അംബീഷൻ ഓഫ് ബിക്കമിങ് എൻ ഇക്കണോമിക് സൂപ്പർ പവർ അല്ലെ. ഇക്കണോമിക് സൂപ്പർ പവർ ആവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്ന ആ ഒരു അല്ലെ 2047 അതായത് ആഫ്റ്റർ 100 years ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ എന്താണ് പറയുക, വികസിത് ഭാരത് എന്ന ഒരു പേരിലേക്ക് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേരാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുക. Isn't it? After opting out for the regional comprehensive economic partnership. അപ്പോൾ റീജിയണൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇന്ത്യ ഓപ്റ്റഡ് കാലിബ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്കാണ് ഇന്ത്യ എത്തുന്നത്. എന്ത് ബൂസ്റ്റ് ചെയ്യുന്നു? ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്. വികസിത് ഭാരത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാ കാര്യവും പുറത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണോ? അല്ല, മറിച്ച് ഇന്ത്യയിൽ തന്നെ ഉൽപാദനം വളരെ കാര്യക്ഷമമാക്കുകയും അതുപോലെ ഇൻസെൻറ്റിവ്സ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റിവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചൊരു മോട്ടിവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ എക്സ്പാൻഷൻ. ഇന്ത്യയിൽ തന്നെ ഈ ഇൻഡസ്ട്രീസ് ഇവിടെ സ്ഥാപിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ എക്സ്പാൻഷൻ നടത്താനും ഒക്കെ ഇന്ത്യക്ക് സാധിക്കും. ട്രേഡ് എഗ്രിമെന്റ്സ് ആരൊക്കെയായിട്ടാണ്? ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം. ഇതെന്താണ് ഇവർ കാണിക്കുന്നത്? മാർക്കറ്റ് ആക്സസ് ഇന്ത്യ എക്സ്പാൻഡ് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡൈവേഴ്സിഫൈ എക്സ്പോർട്സ്. എക്സ്പോർട്ടും ഇമ്പോർട്ടും രണ്ടും ഒരുപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായകരമാകും. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ആൻഡ് സർവീസ് ട്രേഡ് കൂടി പ്രൊമോട്ട് ചെയ്യപ്പെടുകയും അതുപോലെ ഗ്ലോബൽ വാല്യൂ ചെയിനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയും ഇന്ത്യക്ക് ഒരു ഹൈ വാല്യൂ എക്സ്പോർട്ട് അല്ലെ, നമ്മുടെ ഇവിടെ നിന്നുള്ള സാധനങ്ങൾക്ക് ഒരു ഹൈ വാല്യൂ എക്സ്പോർട്ട് സിസ്റ്റം കിട്ടുകയും ഇന്ത്യ ഒരു ലീഡിംഗ് ഫോഴ്സ് ഇൻ ഗ്ലോബൽ ഇക്കണോമിക്സ് ആകാനും സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വളരെ ചെറിയ ആർട്ടിക്കിൾ, 2 പേജേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് ആർട്ടിക്കിൾ വാസ് വെരി മച്ച് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ. എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട്? എനി തോട്ട്സ് ഓർ എനി ഒപ്പീനിയൻ ദാറ്റ് യു ക്യാൻ ഷെയർ? ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നോ നീഡ് ഓഫ് ഡീപ് ഡൈവിങ് ഇൻ ടു ഇറ്റ്. അപ്പം നിങ്ങൾക്ക് ഇതിവിടെ ഞാനൊരു 4 പോയിന്റിൽ നമ്മളുടെ ടോൺ ഓഫ് ദ പാസേജ് ചുരുക്കിയിട്ടുണ്ട്. യു ക്യാൻ മെൻഷൻ മോർ ടോൺ ഓഫ് ദ പാസേജ്. ഏതൊക്കെ ടോൺസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, എന്താണ് ഓതറിന് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോൺ എന്താണ് എന്നിവിടെ താഴെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പോവാം കേട്ടോ. സോ ഞാൻ പറഞ്ഞത് അനലിറ്റിക്കൽ ആണ്. പാസേജ് ഇസ് ആൻ അനലിറ്റിക്കൽ വൺ. ഫസ്റ്റ് പോയിന്റ് ഒപ്റ്റിമിസ്റ്റിക്. ശ്രവ്യ കറക്റ്റ് ആയിരുന്നു, ഒപ്റ്റിമിസ്റ്റിക് ആണ് കേട്ടോ. ഞാനും അത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. സോ 6.05 എക്സ്പോർട്ട് ഗ്രോത്തും 825.25 ബില്യൺ എക്സ്പോർട്ട്, 71% ഓഫ് ദ FTA കവറേജ്, ഇങ്ങനെ ഡേറ്റ ആയിട്ട് സമൃദ്ധമായിട്ടായിരുന്നു നമ്മളുടെ ആർട്ടിക്കിൾ. അനലിറ്റിക്കലുമാണ്, കറക്റ്റ് ആണ്. എക്സ്പ്ലെയിൻസ് പോളിസി ഷിഫ്റ്റ് ലോജിക്കലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. അപ്പം പോളിസിയുടെ ഷിഫ്റ്റ് ലോജിക്കലി സിസ്റ്റമാറ്റിക്കലി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ അനലിറ്റിക്കലായിട്ടാണ്, ഡിസ്ക്രിപ്റ്റീവായിട്ട് അല്ലേ, isn't it? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ആർട്ടിക്കിൾ എഴുതിയേക്കുന്നത്. രണ്ടാമത്തത് ഒപ്റ്റിമിസ്റ്റിക് ആണ്, isn't it? ഇന്ത്യയുടെ ഗ്രോത്തിനെ സ്റ്റഡിയാണ്, വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആണ്, മദർ ഓഫ് ഓൾ ഡീൽ, സ്ട്രാറ്റജിക് അംബിഷൻ, ഹിസ്റ്റോറിക് എന്നൊക്കെ പറയുന്ന വേർഡ്സ് വെച്ച് അദ്ദേഹം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ഹി ഈസ് ഓൾവേസ് സീയിങ് ദ പോസിറ്റീവ് തിങ്സ് ഇൻ ഇറ്റ് അല്ലേ. ഇങ്ങനെ പോയാൽ 2047 ആകുമ്പോൾ നമ്മുടെ വികസിത് ഭാരത് എന്ന ഒരു ഇൻഫർമേറ്റീവ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വികസിത് ഭാരത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഇന്ത്യ എത്തിച്ചേരുമെന്ന് അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. സ്ട്രാറ്റജിക് ആൻഡ് ഫോർവേഡ് ലുക്കിംഗ്, ഇൻഫർമേറ്റീവും ആണ് കേട്ടോ, കറക്റ്റ് ആണ്. സോ ഡിസ്കഷൻ ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മുന്നോട്ടേക്കുള്ള ഒരു കാഴ്ചപ്പാട്, 2047 കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ലോങ് ടേം ഗോൾസ്, ഇൻ്റഗ്രേഷൻ, ഗ്ലോബൽ വാല്യൂ ചെയിൻ, ഹൈ ടെക്നോളജി, മാനുഫാക്ചറിങ്, ഇക്കണോമിക് സൂപ്പർ പവർ, ഇങ്ങനെ പോകുന്ന സ്ട്രാറ്റജിക് ആൻഡ് ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നാലാമത് വരുമ്പോൾ പെർസ്വേസീവ് ആണ്. പെർസ്വേസീവിൻ്റെ മീനിങ് എന്താണ്? കൺവിൻസിങ് സംബഡി വിത്ത് യുവർ പോയിന്റ് ഓഫ് വ്യൂ ആണ്. isn't it? കൺവിൻസിങ് സംവൺ വിത്ത് യുവർ പോയിന്റ് ഓഫ് വ്യൂ. നമ്മളുടെ
പോയിന്റ് ഓഫ് വ്യൂവുമായിട്ട് ഒരാളെ കൺവിൻസ് ചെയ്യിക്കുക. ഇസ്ന്റ് ഇറ്റ് someone with our point of view. യെസ്, റിയലിസ്റ്റിക് ആണ്, കറക്റ്റ് ആണ്. കുറേ ബ്ലഫ് ചെയ്തിട്ടില്ല അല്ലേ? കാരണം ഡേറ്റ ഫീൽഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടും അല്ലേ, വിശ്വസനീയമായിട്ടുള്ള ഒന്നായിട്ട് മാറും. സോ ഇന്ത്യയുടെ ട്രേഡ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ചും ബെനിഫിറ്റ്സ്, മാർക്കറ്റ് ആക്സസ്, റെസിലിയൻസ്, കോമ്പറ്റീറ്റീവ്നെസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. മേജർ റിസ്ക് ആൻഡ് ഡ്രോബാക്സിനെ കുറിച്ച് യാതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, വിത്തൗട്ട് എംഫസൈസിങ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ മേജർ റിസ്ക്കും ഡ്രോബാക്സിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നില്ല. ഓക്കെ, സോ ആർട്ടിക്കിളിനെ കുറിച്ച് അത്രയാണ്. അതിനുശേഷം നമ്മൾ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. സോ എൻട്രിയുടെ ബാങ്കിങ് 2 year ബാച്ച് ഉണ്ട്. ബാച്ച് വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ആവുകയാണ്. ഇറ്റ്സ് വെരി ക്ലോസിങ് സൂൺ. ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത്. നമുക്കുള്ളത് എന്താ വെച്ചാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. അതുപോലെ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അറ്റ് യുവർ കൺവീനിയൻസ്. നിങ്ങൾ വന്ന് ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കോച്ചിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് അറ്റ് യുവർ കൺവീനിയൻസ് അല്ലേ. കോമ്പറ്റേറ്റീവ് സിലബസ് കവറേജ് ആണ് ഉള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺസ്, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാങ്കിങ്ങിൻ്റെ മെയിൻസിൻ്റെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ PYQs എടുക്കുക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ്. കാര്യം എന്താ വെച്ചാൽ ചേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ. ഒരു PYQ കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, കുറേ അധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു എക്സസൈസ് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് എക്സസൈസ്. ഇത്ര നാൾ നമുക്ക് ഗ്രാമർ ബേസ്ഡ് ആണ് കൂടുതലും വന്നിരുന്നത്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഗ്രാമറിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് എക്സസൈസ് വരിക അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അപ്പം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സും എല്ലാവരും പുതിയ പാറ്റേൺ, ചേഞ്ചിങ് പാറ്റേൺ അനുസരിച്ച് ക്ലാസ്സസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് എടുത്തു പോകുന്നത്. അതുപോലെ എക്സ്പേർട്ട് മെൻറ്റർഷിപ്പ്, വളരെ കാര്യമായിട്ട് ബാങ്കിങ് മേഖലകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുകയും എക്സാംസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാനുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ ഉണ്ടാവും. അതുപോലെ മോക്ക് ടെസ്റ്റ്, PYQs ഒക്കെ നമ്മൾ ക്ലാസ്സിൽ, റിയൽ എക്സാം പ്രാക്ടീസ് നമ്മൾ ക്ലാസ്സസിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ നന്നായി പ്രിപ്പയർ ചെയ്ത് മാത്രമേ ബാങ്ക് എക്സാംസിലേക്ക് പറഞ്ഞു വിടുകയുള്ളൂ. അതുപോലെ കോർ സബ്ജക്ട്സിൻ്റെ മാസ്റ്ററി സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഡെയിലി ക്വിസസും ഒക്കെ റെഗുലർ ബേസിസിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഈ വോളിയം ഓഫ് റിവിഷൻ 3 ബുക്സ്, കോംപ്രിഹെൻസീവ് ബുക്സ്, ഈ ബുക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ഗ്രാബ് ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് വെച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസിനുണ്ടെങ്കിൽ 7736122215 എന്ന എൻട്രിയുടെ ബാങ്കിങ് നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരും. സോ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇപ്പം ഇതിനകത്ത് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, പ്രൊക്രാസ്റ്റിനേഷൻ ഇസ് ദ തീഫ് ഓഫ് ടൈം അല്ലേ. നാളേക്ക് നമ്മളൊന്നും മാറ്റിവെക്കാൻ പാടില്ല അല്ലേ. നമ്മുടെ സമയം മോഷ്ടിച്ച് കടന്നു പോകും. നാളെ എന്നൊന്നും ഇല്ല, ഇസ്ന്റ് ഇറ്റ്. മഹാത്മാഗാന്ധിയുടെ ഒരു വലിയൊരു സെയിങ് ഉണ്ട്, ഇതാണ് ഈറ്റ് ആസ് ഇഫ് യു വെയർ ടു ഡൈ ടുമോറോ അല്ലേ. റീഡ് ആസ് ഇഫ് യു വെയർ നോട്ട് ഗോയിങ് ടു ഡൈ എനി മോർ. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടേ, നാളെ മരിക്കും എന്ന് ഓർത്ത് ഇന്ന് നമ്മൾ എങ്ങനെയാണ് വാരി വലിച്ച് കഴിക്കുമോ? ഇല്ല, നമ്മൾ ചിലപ്പോൾ കഴിക്കുമല്ലേ. പക്ഷെ മഹാത്മാഗാന്ധി വിചാരിച്ച് വിഭാവനം ചെയ്ത ഇന്ത്യയിലുള്ള ആൾക്കാർ ഇന്ന് മരിക്കും എന്ന് ഓർത്ത് നമ്മൾ ഭയങ്കര വിഷമിച്ച് ഇന്ന് മരിക്കും, എനിക്ക് വിശപ്പില്ല. അപ്പോൾ അത് വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. പക്ഷേ ജീവിതത്തിൽ ഇനി ഒരിക്കലും മരിക്കില്ല എന്ന് കരുതി നമ്മൾ പഠിക്കുക എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം പഠനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. എന്താ പറയുക, നാളേക്ക് ഒന്ന് ഇല്ല എന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങളെയൊക്കെ ക്ലാസ്സിൽ കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മുടെ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ അത്ര വലിയ ബൊംബാസ്റ്റിക് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും കണ്ടിരുന്നില്ല. പക്ഷെ എങ്കിലും കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ സിനണിംസ് ആൻഡ് ആൻറ്റണിംസ് തരുന്ന രീതിയിലുള്ള വേർഡ്സ് തരാമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് വേർഡ്സ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അംബിഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഉയർന്ന രീതിയിലേക്ക്, അച്ചീവ്മെൻറ്റിലേക്ക് എത്തിച്ചേരാനുള്ള അതിയായ ആഗ്രഹം. എംബിഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് അല്ലേ. ഷീസ് എൻ എംബിഷ്യസ് പേഴ്സൺ. ഇവിടെ 2 കോണ്ടെക്സ്റ്റിലും എംബിഷ്യസ് ആയിട്ട് പറയാറുണ്ട്. നമ്മൾ പണ്ട് ഷേക്സ്പിയറിൻ്റെ ഒരു നാടകമുണ്ട്, മാക്ബത്ത് എന്ന് പറയുന്ന ഒരു നാടകം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാജഡിയാണ്. സോ അതിനകത്ത്
എന്താണ് മാക്ബത്തിൻ്റെ മരണത്തിലേക്ക് അല്ല മാക്ബത്തിൻ്റെ ട്രാജഡിയിലേക്ക് നയിച്ച വസ്തുത എന്താണ്? വോൾട്ടിങ് അംബിഷനാണ് അല്ലേ? വോൾട്ടിങ് അംബിഷൻ, രാജാവാകണം എന്നുള്ള എന്താ പറയുക, അംബിഷൻ, ആഗ്രഹം, ദുരാഗ്രഹം അല്ലേ? ദാറ്റ് ഇസ് അംബിഷൻ. ഓക്കെ, അങ്ങനെയും പറയാറുണ്ട് നമ്മൾ. പക്ഷെ അംബിഷ്യസ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഐ ഓൾവേസ് ഫീൽ അംബിഷ്യസ് ഇസ് എ പോസിറ്റീവ് ഹ്യൂമൻ ട്രേറ്റ്. ഓക്കെ, സോ ആസ്പയറിങ്, ഡിറ്റർമിൻഡ്, എൻ്റർപ്രൈസിങ് ഇതൊക്കെ അതിൻ്റെ സിനോണിംസ് ആണ്. ഓപ്പോസിറ്റ്സ് വരുമ്പോൾ അൺമോട്ടിവേറ്റഡ്, മോഡസ്റ്റ് ആൻഡ് അംബിഷ്യസ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോങ് ടേം ഗോള് ലഭിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്ലാൻസ് ആണ്. പ്ലാൻ, കാൽക്കുലേഷൻ അല്ലെങ്കിൽ ടാക്ടിക്കൽ മൂവ്മെന്റ്സ് ഇതെല്ലാം സിനോണിംസ് ആവുമ്പോൾ ഓപ്പോസിറ്റ് എന്താ? സം റാൻഡം, കെയർലെസ് ഓർ അൺപ്ലാൻ തിങ്സ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വയം ഭരണാവകാശം. ഇൻഡിപെൻഡൻസ് ഓർ സെൽഫ് ഗവേണൻസ്. നമ്മുടെ ഇവിടെ കോളേജസ് ഒക്കെ ഓട്ടോണമസ് കോളേജസ് ഇല്ലേ നിങ്ങളുടെ ചുറ്റുപാടും ഒക്കെ? ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം ഭരണ അവകാശം. സോ ഇൻഡിപെൻഡൻസ്, സെൽഫ് റൂൾ ആൻഡ് സോവറിനിറ്റി. സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ സുപ്രീം പവർ എന്നുള്ളൊരു മീനിങ് ആണ്. എന്നാൽ ഡിപ്പെൻഡൻസ്, കൺട്രോൾ, സബോർഡിനേഷൻ ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. പ്രോആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുക ടു ഡീൽ വിത്ത് എ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി. സോ ഇനീഷ്യേറ്റീവ് ടേക്കിംഗ്, ഫോർവേഡ് തിങ്കിങ് ഒക്കെ അതിൻ്റെ സിനോണിംസ് ആണ്. റിയാക്റ്റീവ്, പാസീവ് ആൻഡ് ഇനാക്റ്റീവ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോംപ്രിഹെൻസീവ് സബ്ജക്റ്റ് കവറേജ് എന്ന് നമ്മൾ പറയും. എന്താണ് മീൻ ചെയ്യുന്നത്? എല്ലാ സൈഡിലുമുള്ള ആസ്പെക്ട്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നതിനെയാണ് കോംപ്രിഹെൻസീവ് എന്ന് പറയുക. തറവ്, എക്സ്റ്റെൻസീവ്, ഇൻക്ലൂസീവ് എന്നൊക്കെ സിനോണിംസ് ആണ്. പാർഷ്യൽ, ലിമിറ്റഡ് ആൻഡ് ഇൻകംപ്ലീറ്റ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് സബ്ജക്ട്സ് എന്ന് പറയാം. അതായത് ഒന്നോ അതിലധികമോ സബ്ജക്ട്സുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, കമ്പൈനിങ് പാർട്സ് ഇൻ ടു എ ഹോൾ ഇസ് കോൾഡ് ആസ് ഇൻറ്റഗ്രേഷൻ. സിനോണിം എന്താണ്? യൂണിഫിക്കേഷൻ, കൺസോളിഡേഷൻ, ഇൻക്ലൂഷൻ ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആണ്. ആൻറ്റണിംസ് വരുന്നത് സെപ്പറേഷൻ, ഡിവിഷൻ, ഐസൊലേഷൻ, ഒറ്റപ്പെട്ട് നിൽക്കുക ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സും ആണ്. ലുക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? പ്രോഫിറ്റബിൾ ആകുക. ഇസ് ഇറ്റ്? ദാറ്റ് ഇസ് കോൾഡ് ആസ് ലുക്രേറ്റീവ്. പ്രൊഡ്യൂസിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് അതിനെയാണ് ലുക്രേറ്റീവ് എന്ന് പറയുക. പ്രോഫിറ്റബിൾ, റിവാർഡിങ്, ഗെയിൻഫുൾ സിനോണിംസ് ആണ്. ഓപ്പോസിറ്റ്സ് വരുന്നത് അൺപ്രോഫിറ്റബിൾ ആൻഡ് ലോസ് മേക്കിംഗ്. റെസിലിയൻസ് എന്താണ്? എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടിയിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അല്ലേ? എപ്പോഴും നമ്മളിത് പറയാറുണ്ട്. റെസിലിയൻസ് എന്ന വേർഡ് പൊതുവേ നമ്മൾ ഇക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റോറിയൽസിൽ കാണുന്ന ഒരു എഡിറ്റോറിയൽ ടേം ആണ് കേട്ടോ. സ്ട്രെങ്ത്, അഡാപ്റ്റബിലിറ്റി, ടഫ്നെസ് ആർ ഇറ്റ്സ് സിനോണിംസ്. മറ്റത് വീക്ക്നെസ്, ഫ്രാജിലിറ്റി, വൾണറബിലിറ്റി അല്ലെ? എക്സ്പോസ് ടു ഡേഞ്ചർ ആണ് വൾണറബിലിറ്റി. ഡൈവേഴ്സിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രോഡൻ ചെയ്യുക അല്ലെങ്കിൽ വേറെ പല ഏരിയാസിലോട്ടും എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതിനെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ബ്രോഡൻ, വേരി, എക്സ്പാൻഡ് ഇതൊക്കെ സിനോണിംസ് ആണ്. ആന്റണിംസ് വരുമ്പോൾ കോൺസെൻട്രേറ്റ്, ലിമിറ്റ് ആൻഡ് നാരോ ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. കാലിബ്രേറ്റഡ് വളരെ ഫ്രീക്വൻ്റ്ലി കാണുന്ന ഒരു വേർഡാണ് കേട്ടോ. കെയർഫുള്ളി അഡ്ജസ്റ്റഡ് ഓർ പ്ലാൻഡ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. മെഷേർഡ്, ബാലൻസ്, ഫൈൻ ട്യൂൺഡ് ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന എന്താ? അൺപ്ലാൻഡ്, റാൻഡം, അൺകൺട്രോൾഡ് ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, സീംലെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ലേ സീംലെസ് സ്റ്റിച്ചിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു പാകപ്പിഴയൊന്നും ഇല്ലാത്ത രീതിയിൽ വിത്തൗട്ട് എനി ഇൻറ്ററപ്ഷൻ, സ്മൂത്ത്, അൺഇൻറ്ററപ്റ്റഡ്, ഫ്ലോലെസ് ഇതൊക്കെ സിനോണിംസ് ആണ്. ഓപ്പോസിറ്റ് വരുമ്പോൾ ഡിസ്റപ്റ്റഡ്, അൺഈവൻ ആൻഡ് ബ്രോക്കൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ഓക്കെ അല്ലേ? നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഓടിച്ചൊന്ന് പോകാവുന്നതാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇൻറ്റൻറ്റഡ് മീനിങ് വരുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എ പേഴ്സൺ ഹൂ സപ്പോർട്ട്സ് ഫ്രീ ട്രേഡർ ആണ് പേഴ്സൺ ഹൂ സപ്പോർട്ട്സ് ഫ്രീ ട്രേഡ്. ഗവൺമെൻറ് കൺട്രോൾ ഓവർ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ്, പ്രൊട്ടക്ഷനിസം. ഒരു ഇമ്പോർട്ടും എക്സ്പോർട്ടിലും ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ വരുന്നത് പ്രൊട്ടക്ഷനിസം. ഓക്കെ, പോളിസി ഓഫ് ഗവേണിംഗ് എ കൺട്രി ഇൻഡിപെൻഡൻ്റ്ലി അതായത് സ്വയം ഭരണാധികാരം, സോവറിനിറ്റി. മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ നേഷൻ, ഇൻ്റർഡിപ്പെൻഡൻസ്. ഓക്കെ, ഇൻ്റർഡിപ്പെൻഡൻസ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്പെൻഡൻസിനെ പറയുന്നത് ഇൻ്റർഡിപ്പെൻഡൻസ് എന്നാണ്.
ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ് ബൈലാറ്ററലിസം, നമ്മൾ ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് US ആയിട്ട് നടത്തിയെന്ന് പറഞ്ഞിരുന്നു. ട്രേഡ് ഇൻവോൾവിങ് മെനി കൺട്രീസ്, പല രാജ്യങ്ങളുമായിട്ട് നടത്തുമ്പോൾ അത് മൾട്ടിലാറ്ററലിസം. ഇനി ഗവൺമെന്റിന്റെ റിമൂവൽ ഓഫ് ഗവൺമെന്റ്സ് റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ്, എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ്, ഇത് ഞാൻ എഡിറ്റോറിയൽ എടുത്തു തുടങ്ങിയ ആദ്യ കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ തരൂരിൻ്റെ ആയിരുന്നു തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്, അത് വേറെ ആരും എഴുതിയതാണെന്ന് ഓർമ്മയില്ല. ഇന്ത്യയുടെ ട്രേഡ് എഗ്രിമെന്റ്സ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കണം എന്ന രീതിയിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. ഓക്കെ, ആർട്ടിക്കിൾ പറഞ്ഞിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ട്രേഡ് എഗ്രിമെന്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, വളരെ റിജിഡ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ വരുമ്പോൾ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ്സിന് അത് ഹാനികരമാണ് എന്ന രീതിയിൽ അന്നൊരു എഡിറ്റോറിയൽ പോയിരുന്നു. അത് തീർച്ചയായിട്ടും അവർ അതിൻ്റെ മേൽ ചർച്ച നടത്തിയിട്ടുണ്ടാവും, അതിൻ്റെ ആ റൂൾസ് ഒക്കെ കുറച്ചൊന്ന് ലിക്വിഫൈഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. So liberalization is the meaning. Economic cooperation between countries, രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് കോപ്പറേഷനെ പറയുന്നത് ഇൻറ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. സഡൻ ആൻഡ് കംപ്ലീറ്റ് ചേഞ്ച്, ഓക്കെ, വളരെ ക്വിക്ക് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചിനെ പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഓക്കെ, സഡൻ ആൻഡ് കംപ്ലീറ്റ് ചേഞ്ച് അതിനെ പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ. പേഴ്സൺ സ്കിൽഡ് ഇൻ ഡിപ്ലോമസി, നമുക്കറിയാം ഡിപ്ലോമാറ്റ് ആണ് അല്ലേ. ഒരു ഡിപ്ലോമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വേറൊരു രാജ്യത്ത് പോയി അവിടെ ഇരുന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അവിടുമായിട്ട് എന്താ പറയുക കോൺവെർസേഷൻസ്, അവിടുത്തെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടിത്തരുകയും ചെയ്യുന്ന ആളാണ് ഡിപ്ലോമാറ്റ്. ലോങ് ടേം പ്ലാൻ ടു അച്ചീവ് എ ഗോൾ അല്ലേ, ഒരു സ്ട്രാറ്റജി. ലോങ് ടേം പ്ലാൻ ടു അച്ചീവ് എ ഗോൾ ഇസ് സ്ട്രാറ്റജി. എബിലിറ്റി ടു റിക്കവർ ക്വിക്ക്ലി ഫ്രം ഡിഫിക്കൽട്ടീസ്, റെസിലിയൻസ്, നമ്മൾ പഠിച്ചതാണ്. ഫ്രേസൽ വെർബ്സ് കുറച്ചേ ഉള്ളൂ. ഓപ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുക. ചൂസ് നോട്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇസ് കോൾഡ് ആസ് ഓപ്റ്റ് ഔട്ട് ഓഫ്. ഓക്കെ, സോ ഇന്ത്യ ഓപ്റ്റഡ് ഔട്ട് ഓഫ് റീജിയണൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ്, അതായത് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. എൻഗേജ് ഇൻ എന്ന് പറഞ്ഞാൽ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ. India is actively engaging in negotiation with advanced economies. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കണോമീസുമായിട്ട് ഇന്ത്യ എന്ത് ചെയ്യാണ്, എൻഗേജ് ചെയ്യാണ്. സ്കെയിൽ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് ഇൻ സൈസ് ഓർ ലെവൽ. സൈസ് അല്ലെങ്കിൽ ലെവൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഗവൺമെന്റ് പ്ലാൻസ് ടു സ്കെയിൽ അപ്പ് ഹൈ വാല്യൂ എക്സ്പോർട്സ് ബൈ 2030. ഹൈ വാല്യൂ എക്സ്പോർട്സ് 2030 ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ഫേസ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ഗ്രാജുവലി സ്റ്റോപ്പ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക, ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് ഫേസ് ഔട്ട് എന്ന് നമ്മൾ പറയാം. സെവറൽ ടാരിഫ്സ് വിൽ ബി ഫേസ്ഡ് ഔട്ട് അണ്ടർ ദ ന്യൂ ട്രേഡ് എഗ്രിമെന്റ്. പുതിയ ട്രേഡ് എഗ്രിമെന്റ് വരുമ്പോൾ പഴയ താരിഫുകൾ പലതും എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യപ്പെടും. ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരിക. ഇന്ത്യ എയിംസ് ടു ബിൽഡ് അപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കപ്പാസിറ്റി. ഇന്ത്യ എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഇന്ത്യയിൽ സ്ട്രോങ് ആക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഓപ്പൺ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്സസബിൾ ആക്കുക. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഓപ്പൺസ് അപ്പ് ന്യൂ മാർക്കറ്റ് ഫോർ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ്. ഇന്ത്യയുടെ എക്സ്പോർട്ടേഴ്സിന് പുതിയൊരു മാർക്കറ്റ് തുറന്നു കൊടുക്കുക, ആക്സസബിൾ ആക്കുക എന്നതാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിങ് അബൌട്ട് സം ചേഞ്ചസ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ടു കോസ് സംതിങ് ടു ഹാപ്പൻ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ള. എഗ്രിമെന്റ് മേ ബ്രിങ് അബൌട്ട് ട്രാൻസ്ഫോർമേറ്റീവ് ഇക്കണോമിക് ഗ്രോത്ത്. എഗ്രിമെന്റ് എന്തിനാണ് സഹായകരമാക്കുന്നത്, ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ഗ്രോത്തിന്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് എഫേർട്ട് അല്ലെങ്കിൽ ആക്ഷൻ. ഇന്ത്യ ഹാസ് സ്റ്റെപ്ഡ് അപ്പ് ഇറ്റ്സ് ട്രേഡ് ഡിപ്ലോമസി ഇൻ റീസെന്റ് ഇയേഴ്സ്. ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു ട്രേഡ് ഡിപ്ലോമസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു എഫേർട്ട് കൂട്ടിയിട്ടുണ്ട്. കട്ട് ഡൗൺ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. എഗ്രിമെന്റ് വിൽ കട്ട് ഡൗൺ ട്രേഡ് ബാരിയേഴ്സ്. ട്രേഡിനുള്ള ബുദ്ധിമുട്ടുകളെ ഈ എഗ്രിമെന്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യിക്കും. മൂവ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലെ. പ്രോഗ്രസ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഒരു നിശ്ചിത ഡയറക്ഷനിലേക്കുള്ള നമ്മളുടെ പ്രോഗ്രസ് അല്ലെ, ഉയർച്ച. ഇന്ത്യ ഈസ് മൂവിങ് ടുവേർഡ്സ് ഡീപ്പർ ഗ്ലോബൽ ഇൻ്റഗ്രേഷൻ. ഡീപ്പർ ആയിട്ടുള്ള ഗ്ലോബൽ ഇൻ്റഗ്രേഷനിലേക്ക് ഇന്ത്യ നടന്നെടുക്കുകയാണ്, അല്ലെങ്കിൽ മൂവിങ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ, പ്രോഗ്രസിങ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമ്മുടെ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്, കുറച്ച് വേർഡ്സ് ഫ്രേസസ് ആണ് കേട്ടോ, അത് യൂസേജസ് ആണ്, അത്രേ ഉള്ളൂ. മദർ ഓഫ് ഓൾ ഡീൽസ് അല്ലെ. ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ യൂസ് ഫോർ എംഫസിസ് ആണ്. ബിഗ്ഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡീൽ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നതിനെയാണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിക്കുക. ബിയോണ്ട് റീച്ച് എന്ന് പറഞ്ഞാൽ നോട്ട് അച്ചീവബിൾ
അല്ലേ, ഇറ്റ് വാസ് ബിയോണ്ട് റീച്ച്. ഒരു സെമി ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. എന്താ പറയുക, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ബട്ട് നൗ ഹീ ഈസ് ബിയോണ്ട് റീച്ച്. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ വലിയ പൊസിഷനിലൊക്കെ ആയിരിക്കും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിനോട് അങ്ങനെ നമുക്ക് നോട്ട് അച്ചീവബിൾ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കില്ല. ഷിഫ്റ്റ് അവേ ഫ്രം എന്ന് പറഞ്ഞാൽ മൂവ് ഇൻ എ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഈ ഇഡിയമാറ്റിക് യൂസേജ് ഇൻ പോളിസി കോണ്ടെക്സ്റ്റിലാണ് കേട്ടോ. ഇന്ത്യ ഷിഫ്റ്റിംഗ് അവേ ഫ്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വേറൊരു ദിശയിലേക്ക് മൂവ് ചെയ്ത് പോവാണ് എന്നുള്ളൊരു മീനിങ് ആണ്. അറ്റ് ദ കോർ എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെൻറ്റർ ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിനെ പറയുന്നതാണ് അറ്റ് ദ കോർ. ഹീ ഈസ് ഡൂയിങ് ഇറ്റ് അറ്റ് ദ കോർ ഓഫ് സംതിങ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ലീഡിങ് ഫോഴ്സ്, ഇന്ത്യ വിൽ ബിക്കം എ ലീഡിങ് ഫോഴ്സ് ഇൻ ദ ഗ്ലോബൽ ട്രേഡ് മാർക്കറ്റ്. അതായത് ഒരു ഡോമിനൻ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പവറായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഗ്രാമർ യൂസേജസിലേക്ക് പോവാലോ അല്ലേ? അപ്പം നമ്മുടെ എഡിറ്റോറിയലിൽ നമ്മൾ കണ്ട ഗ്രാമർ കുറച്ച് 10 എണ്ണമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൽ കൂടുതലുണ്ട്, പക്ഷെ 10 എണ്ണമായിട്ട് ചുരുക്കി എടുത്തതാണ് കേട്ടോ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് എഴുതിയിടാവോ, എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല? ഓക്കെ, അപ്പം ഈ ഒരു റീസെൻ്റ് ആക്ഷൻ വിത്ത് പ്രസൻറ്റ് റെലവൻസ് അല്ലേ, ജസ്റ്റ് കഴിഞ്ഞു പോയ ആക്ഷനാണ്, പക്ഷേ പ്രസൻറ്റിലും അതിൻ്റെ റെലവൻസ് ഉണ്ട്. നമ്മൾ പറയും ഇറ്റ് ഹാസ് റെയിൻഡ് ഓൾ നൈറ്റ്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇറ്റ് ഹാസ് റെയിൻഡ് ഓൾ നൈറ്റ്. ഇപ്പം മഴ മാറി, പക്ഷേ മുറ്റത്തിപ്പോഴും അതിൻ്റെ വെള്ളം കിടപ്പുണ്ട്. ഷീ ഹാസ് ക്രൈഡ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവൾ കരയുകയാണ് അല്ലേ. ഇപ്പം കരയുന്നുണ്ടോ? ഇപ്പം കരയുന്നില്ല, പക്ഷെ കണ്ണൊക്കെ വീർത്ത് തുള്ളിയൊക്കെ മുഖത്തൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ ആക്ഷൻസ്, പക്ഷേ പ്രസൻ്റ്ലി റെലവൻസ്. പ്ലീസ് കോമെൻറ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? നിങ്ങൾക്ക് എക്സാമ്പിളിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത്രയും ദിവസം ഞാൻ പറയുമ്പോൾ നിങ്ങളല്ലേ എഴുതണ്ടേ അല്ലേ? എല്ലാ ദിവസവും സെയിം കാര്യം തന്നെയാണ് നമ്മൾ മെൻഷൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ കൂടത്തെ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഈസ് യൂസ് ചെയ്യുക, പ്ലൂറൽ ആകുമ്പോൾ ആർ യൂസ് ചെയ്യുക, ഐ ആണെങ്കിൽ ആം യൂസ് ചെയ്യുക. ഈസ് ആം ആർ പ്ലസ് ING ഫോം ഓഫ് വെർബ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഓർമ്മ വന്നോണം ING ഉണ്ട്. ഓക്കെ, യെസ്, കറക്റ്റ് ആണ് ആദർശ്, വെരി ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. ഓക്കെ, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ്. ഇങ്ങനെ നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടത് എന്താണെന്ന് അറിയോ? പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ V3, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ING ഫോം. ഓക്കെ, ഇത് രണ്ടും കാണാപ്പാഠം പഠിച്ചാൽ മതി. ഇനി പഠിക്കുന്ന എങ്ങനെയാ? സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അങ്ങനെ തന്നെ പഠിക്കാവുള്ളൂ കേട്ടോ. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. സിമ്പിൾ പ്രസൻറ്റ് എന്താണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാണ്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് ദ വെർബാണ്, ഇസ്ന്റ് ഇറ്റ്? ബേസ് ഫോം. സിമ്പിൾ പാസ്റ്റ് എന്തായിരിക്കും? V2 അല്ലേ, പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് എന്താണ്? ഫ്യൂച്ചർ ടെൻസിന് എല്ലാറ്റിലും വിൽ ഉണ്ടാവും, വിൽ പ്ലസ് ബേസ് ഫോം. ഇത് സിമ്പിളാണ് കേട്ടോ, ഇത് സിമ്പിൾ. അപ്പോൾ കണ്ടിന്യൂസ് ആകുമ്പോൾ എന്ത് വരും? കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ഇവിടെ പ്രസൻറ്റ്, ഇവിടെ പാസ്റ്റ്, ഇവിടെ ഫ്യൂച്ചർ. സ്ഥലം തികയില്ല അല്ലേ? സാരമില്ല. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എഴുതിയാലോ? യെസ്, ഞാനിവിടെ എഴുതിയിടാം. ഓക്കെ, ഇതിൻ്റെ മുകളിലായിട്ടേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഇവിടെ പ്രസൻറ്റ് ഉണ്ട്, ഇവിടെ പ്രസൻറ്റ് ഉണ്ട്, ഇവിടെ പാസ്റ്റ് ഉണ്ട്, ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആണെങ്കിൽ അത് പറയുന്നത് ബേസ് ഫോം ഓഫ് ദ വെർബ് V1 ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പാസ്റ്റ് ടെൻസ് വരുമ്പോൾ V2, ഫ്യൂച്ചർ വരുമ്പോൾ എല്ലാറ്റിൻ്റെയും കൂടെ വിൽ പ്ലസ് നിങ്ങൾ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ആൻസർ എല്ലാവർക്കും അറിയാവുന്ന പോലെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, വിൽ പ്ലസ് ബേസ് ഫോം, I will go എന്ന് ഓർത്താൽ മതി. കണ്ടിന്യൂസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടെ ഈസ് ആം ആർ പ്ലസ് ING വരും. അപ്പോൾ ഇവിടെയോ ഈസ് ആം ആറിന് പകരം വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ING, വാസ് ഓർ വേർ പ്ലസ് ING. മനസ്സിലായോ? ഫ്യൂച്ചർ ആണെങ്കിലോ വില്ലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ING വേണം അല്ലേ? വിൽ പ്ലസ് ING ഒന്ന് പറഞ്ഞു നോക്കിയേ, വിൽ ഗോയിങ് എന്ന് പറയുമോ? ഇല്ല. വിൽ പ്ലസ് ING നമ്മൾ പറയില്ല. അപ്പോൾ എന്ത് ചെയ്യും? വിൽ പ്ലസ് ബി പ്ലസ് ING പറയും, വിൽ ബി ഗോയിങ്, ഇസ്ന്റ് ഇറ്റ്? ഇതാണ് സിമ്പിൾ പ്രസൻറ്റ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അതിൻ്റെ സിമ്പിൾ ടെൻസ്.
പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചറിൻ്റെ കണ്ടിന്യൂസ് ടെൻസ് അങ്ങനെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. സോ ഐ എം ജസ്റ്റ് റബ്ബിങ് ഇറ്റ് ഫോർ മേക്കിംഗ് യു റൈറ്റ് ദ റെസ്റ്റ്. പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെയാണ്? സിമ്പിൾ പെർഫെക്റ്റ് എന്ന് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രസൻറ്റ് പെർഫെക്റ്റ്, സിമ്പിൾ അല്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് ഇസ്ന്റ് ഇറ്റ്. ആ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഉണ്ട് അല്ലേ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്ത് വരും? ഹാസ് അല്ലെങ്കിൽ ഹാവിന് പകരം എന്തായിരിക്കും നമ്മൾ ചേർക്കേണ്ടത്? അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് ആണ് ചേർക്കേണ്ടത്, ഹാഡ് പ്ലസ് V3 ഫോം. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ എന്ത് ചേർക്കും നിങ്ങൾ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റിന് വില്ല് വേണം നമ്മൾ പറഞ്ഞു. വില്ല് പ്ലസ് കറക്റ്റ് ആണ് ആദർശ്, കീപ്പ് ഓൺ ഗോയിങ്, വെരി ഗുഡ്. ഞാൻ കാണുന്നുണ്ട് കേട്ടോ മെസ്സേജ്. വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം അല്ലേ. ഹാവ് വേണമെന്ന് നമ്മൾ ഓൾറെഡി പെർഫെക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. വില്ലിൻ്റെ ഇപ്പുറത്ത് ഹാസോ ഹാവോ യൂസ് ചെയ്യില്ല, ഒൺലി ഹാവ് വിൽ ബി യൂസ്ഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. കറക്റ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? എനിക്ക് കണ്ടിന്യൂസ് ആണ്, ഇത് മൊത്തം കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ. ഇത് മൊത്തം കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇത് തന്നെ നമ്മൾ ഇട്ട് പണിതാൽ മതി. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 മാറ്റുക. പകരം ING ഫോം ഓഫ് ദ വെർബാണ്. അപ്പോൾ ഹാസ് ഗോയിങ് എന്ന് പറയുമോ? ഇല്ല, ഹാസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഐ ഹാവ് ബീൻ ഗോയിങ്, ഹി ഹാസ് ബീൻ ഗോയിങ്. ഓക്കെ, V3 മാറ്റുക, ബീൻ ആഡ് ചെയ്യുക പ്ലസ് ING ഫോം ഓഫ് വെർബ്. കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഹി ഹാഡ് ബീൻ ഗോയിങ്, മനസ്സിലായല്ലോ. അതുപോലെ വിൽ പ്ലസ് ഹാവ് പ്ലസ് കുറച്ച് നീളമുള്ളതാണ്, ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഐ വിൽ ഹാവ് ബീൻ ഗോയിങ്. അണ്ടർസ്റ്റുഡ്? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഹോൾ ടെൻസസ്. അപ്പം നിങ്ങൾ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കണം. ദേ വിൽ ഹാവ് ബീൻ ഗോയിങ് എന്ന് പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് കാണാപ്പാടം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് തന്നെ എളുപ്പമായിരിക്കും. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ, സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ്. ഇപ്പം നമുക്ക് 2 ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് എക്സസൈസ് വരുന്നുണ്ട്, കോണ്ടെക്സ്റ്റ് ബേസ്ഡും ഗ്രാമർ ബേസ്ഡും. ഓക്കെ, ഗ്രാമർ ബേസ്ഡിൽ സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ്, ടെൻസസിൻ്റെ ഇറഗുലാരിറ്റീസ്, ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇങ്ങനെ പോകുന്ന സംഭവങ്ങളുടെ ഇറഗുലാരിറ്റീസ് ആണ് മോസ്റ്റ്ലി വരാറ്. അതുപോലെ പാസീവ് കൺസ്ട്രക്ഷൻ, പാരലലിസം, ഇങ്ങനെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷേ കോണ്ടെക്സ്റ്റ് ബേസ്ഡിൽ ഇതൊന്നും അല്ല വരിക. ഒരു സെൻറ്റൻസ് വന്നിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. അത് പാസീവ് വോയിസ്. ഇത് ഈ ടെൻസ് പഠിച്ചാൽ പാസീവ് വോയിസ് പഠിക്കാം, പാസീവ് വോയിസും പഠിക്കാം, റിപ്പോർട്ടഡ് സ്പീച്ചും പഠിക്കാം. ഓക്കെ, ടെൻസ് ആണ് ഇതിൻ്റെയൊക്കെ എന്ത് ഒരു ബേസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ പാസീവ് വോയിസ് എന്താണ് പറയുക? പാസീവ് വോയിസിൻ്റെ ഫോർമുല ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ, B പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ഈസ് എക്സ്പെക്റ്റഡ്, വാസ് സൈൻഡ്. നമുക്ക് തരുന്ന സെൻറ്റൻസ് അനുസരിച്ച്, ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടത് എന്നുള്ളത് നമ്മൾ അനുസരിച്ചിരിക്കും. ഇൻഫിനിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ബേസ് ഫോം ഓഫ് വെർബാണ് കേട്ടോ. ബേസ് ഫോം ഓഫ് വെർബിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുക. ഇൻഫിനിറ്റീവ്സ് ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് വെർബ്സ് ഉണ്ട്. ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനനുസരിച്ചും സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും ചേഞ്ചസ് വരും. നോൺ ഫൈനൈറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും വെർബിന് യാതൊരു മാറ്റം വരില്ല. ഓക്കെ, നോൺ ഫൈനൈറ്റ് വെർബ്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ജെറണ്ട്, ഇൻഫിനിറ്റീവ്സ് ആൻഡ് പാർട്ടിസിപ്പിൾസ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ING ഫോം ഓഫ് ദ വെർബാണ്, പക്ഷെ നൗൺ ആയിരിക്കും. ഇൻഫിനിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബായിരിക്കും. ഓക്കെ, 2 പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബായിരിക്കും ഇൻഫിനിറ്റീവ്സ്. ടു ഗോ, ടു പ്ലേ, ടു ക്രൈ, ടു റൺ, അങ്ങനെ പറയുന്ന ഇൻഫിനിറ്റീവ്സ്. മൂന്നാമത് വരുന്നതാണ് പാർട്ടിസിപ്പിൾസ്. പാർട്ടിസിപ്പിൾസിനെ പിന്നീട് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഏതാണ്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, രണ്ടാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, മൂന്നാമത്തെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ING ഫോം ഓഫ് ദ വെർബാണ്, പക്ഷെ ജെറണ്ടുമായിട്ട് വ്യത്യാസം എന്താണ് ഇവിടെ? ഇത് ആഡ്ജക്റ്റീവ് ആയിരിക്കും, ജെറണ്ട് നൗൺ ആയിരിക്കും. രണ്ടാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന V3 ഫോം ഓഫ് ദ വെർബാണ്. ഓക്കെ, മൂന്നാമത്തെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ജെറണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ING ഫോം ഓഫ് ദ വെർബ് നൗൺ ആയിട്ട്. അച്ചീവിങ്, ഷേപ്പിംഗ് യൂസ്ഡ് ആസ് എ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോമിനലൈസേഷൻ നമ്മൾ പറയും.
പാർട്ടിസിപ്പിൾ ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട്. ഇത് യൂസ് ചെയ്യുന്നത് വേറൊരു സാധനം കൂടെ ഉണ്ടല്ലോ, ഏതാണ്? എന്താ പറയുക, റിഫ്ലെക്സീവ് പ്രൊനൗൺസ് അല്ലേ? അല്ല, റിഫ്ലെക്സീവ് അല്ലല്ലോ, ഐ ഫോർഗോട്ട്. ഇതാണ് ചില സമയത്ത് ചില വേർഡ്സും നമ്മൾ ഓർത്തിരിക്കത്തില്ല. ഓക്കെ, അത് ഞാൻ ഓർക്കുമ്പോൾ പറയാം കേട്ടോ. സോ ഡിസ്ക്രൈബ്ഡ് ആസ് ഹിസ്റ്റോറിക്, ഇവിടെ പാർട്ടിസിപ്പിൾ ഫ്രേസസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, മോഡൽ വേർബ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈസ് എക്സ്പെക്ട്, ഇവിടെ ഈസ് എക്സ്പെക്റ്റഡ് ടു എന്ന് പറയുന്നതിനേക്കാളും ക്യാൻ, കുഡ്, മേ, മൈറ്റ് ഇങ്ങനെ പോകുന്ന മോഡൽസ് ആണ് നമ്മൾ മേ, മൈറ്റ് പോകുന്ന മോഡൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുക. പോസിബിലിറ്റി, എക്സ്പെക്ടേഷൻസ്, പ്രെഡിക്ഷൻ എറ്റ്സെട്ര. കമ്പാരിറ്റീവ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തേക്കുന്നത് പ്രോആക്റ്റീവ്, ട്രേഡ്, ഡീപ്പർ ഇൻ്റഗ്രേഷൻ. ഇത് മോർ, ഡീപ്പർ അല്ലേ, കമ്പാരിറ്റീവ് ആണ് അല്ലേ. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹി ഈസ് എ ഗുഡ് ബോയ്, ഹി ഈസ് ബെറ്റർ ദാൻ ഹിസ് ഫ്രണ്ട്. ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്തായിരിക്കും? ഹി ഈസ് ദ ബെസ്റ്റ് ഇൻ ദ ക്ലാസ് അല്ലേ. അപ്പോൾ ഒരാളെ കുറിച്ച് മാത്രം പറയുമ്പോൾ പോസിറ്റീവ് ഡിഗ്രി, ഒരാളെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി, ഒന്നിനെ മുഴുവനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. കോംപ്ലക്സ് സെൻറ്റൻസ് നമ്മൾ പറഞ്ഞിരുന്നു. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് യൂസിങ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. മനസ്സിലായല്ലോ? കോംപ്ലക്സ് സെൻറ്റൻസ് അങ്ങനെയാണ്. ആഫ്റ്റർ ഓപ്റ്റിംഗ് ഔട്ട് ഇൻ ദ റീജിയണൽ കോൺഫറൻസ്, ഇന്ത്യ അഡോപ്റ്റഡ് എ കാലിബ്രേറ്റഡ് അപ്രോച്ച്. ഇത് മെയിൻ ക്ലോസും ഇത് സബോർഡിനേറ്റ് ക്ലോസും ആണ്. ഇത് യൂസ്ഡ് വിത്ത് എ കൺജങ്ഷൻ. ഓക്കെ, ഫോർമൽ ആയിട്ടുള്ള ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ എന്യൂമറേഷൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂമറൽ ആയിട്ടുള്ള വേർഡ്സ്, അതുപോലെ ഹൗവർ, ബൈ, അക്കോർഡിംഗ് ടു, ലോജിക്കൽ കണക്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ട്രാൻസിഷൻ വേർഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും സോ ഫാർ ഇസ് ഗുഡ്, റൈറ്റ്? ഇത് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എറർ ഡിറ്റക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ എറർ ഡിറ്റക്ഷനിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഈച്ച് ക്വസ്റ്റ്യൻ കണ്ടെയ്ൻസ് എ സെൻറ്റൻസ് ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്. 4 പാർട്ടായിട്ട് ഒരു സെൻറ്റൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. അതിൽ 1 പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് കണ്ടെയ്ൻ ആൻ എറർ. ഒരു എറർ ഉണ്ടാവും ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്ത്. ഓക്കെ, എറർ ഇസ് നോട്ട് ഗ്രമാറ്റിക്കൽ എറർ. എറർ ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു എറർ അല്ല, പക്ഷേ ലോജിക്കലി ഇൻകൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഡസ് നോട്ട് ഫിറ്റ് ലോജിക്കലി വിത്ത് ദ ഓവറോൾ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്. മൊത്തം മീനിങ് എടുക്കുമ്പോൾ നിങ്ങൾ ഓവറോൾ മീനിങ്ങുമായിട്ട് ലോജിക്കലി ഫിറ്റ് ആവാത്ത പാർട്ട് ഏതാണെന്ന് പറയണം. എല്ലാ പാർട്ടും ലോജിക്കലി കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോ എറർ എടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻസ്ട്രക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, although the company claimed to reduce carbon emission, it simultaneously increased coal production to promote environmental sustainability. Although the companies claim to reduce carbon emission കുറയ്ക്കണമെന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്, എങ്കിലും simultaneously increase coal production അവർ ഇൻക്രീസ് ചെയ്തു. എന്ത്? ടു പ്രൊമോട്ട് സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എവിടെയാണ് നമുക്ക് കോണ്ടെക്സ്ച്വലി തെറ്റായിട്ടുള്ളത്? ABCD ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾ ആൻസർ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. കമ്പനീസ് കാർബൺ എമിഷൻ കുറയ്ക്കണമെന്ന് അവകാശപ്പെടുന്നുണ്ട്, എങ്കിലും അവർ എന്ത് ചെയ്യുന്നു? കോളിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു ടു പ്രൊമോട്ട് സസ്റ്റൈനബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവരത് പ്രൊമോട്ട് ചെയ്യുന്നു. ഏതാണ് റൈറ്റ് ആൻസർ? നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു തരാം. കമ്പനികൾ കാർബൺ എമിഷൻ കുറയ്ക്കണം എന്ന് പറയുന്നു, പക്ഷേ അവരെന്ത് ചെയ്യുന്നു? അവർ കോൾ പ്രൊഡക്ഷൻ കൂട്ടുന്നു. ടു പ്രമോട്ട് ആണോ? കറക്റ്റ് ആണ് ശ്രവ്യ, വെരി ഗുഡ്. ടു പ്രമോട്ട് അല്ല അല്ലേ? സസ്റ്റൈനബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണോ അവർ ചെയ്യുന്നത്? അവിടെ പ്രമോട്ട് എന്നുള്ളൊരു വേർഡ് അല്ല യൂസ് ചെയ്യേണ്ടത് അല്ലേ? കോൺട്രഡിക്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലേ? ഇറ്റ് കോൺട്രഡിക്ട്സ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. സോ സി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ മനസ്സിലായോ എങ്ങനെ എഴുതണ്ടേന്ന്? നെക്സ്റ്റ് വൺ, ദ മിനിസ്റ്റർ അഷ്വേർഡ് ദ പബ്ലിക്
of complete transparency but refused to disclose any financial records related to the project. Minister assured the public of complete transparency. Complete transparency ഉറപ്പ് നൽകി but refused to disclose any financial records related to the project. മീനിങ്ങിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും ആൻസർ വരിക. ഓക്കെ, സോ വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? എന്താ ഫീൽ ചെയ്യണേ നിങ്ങൾക്ക്? refuse to disclose അല്ലേ? ബി ഇസ് ദ റൈറ്റ് ആൻസർ. refuse. ഇവിടെ മിനിസ്റ്റർ ട്രാൻസ്പെറൻസി കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറൻസി എ അല്ല ശ്രവ്യ. മിനിസ്റ്റർ എന്ത് ചെയ്തു? അഷ്വർ ചെയ്തു ദ പബ്ലിക് ഓഫ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി. ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും അല്ലെ തുറന്ന് കാണിക്കുന്നതായിരിക്കും എന്ന് മിനിസ്റ്റർ ഉറപ്പ് കൊടുത്തു. പക്ഷേ റെഫ്യൂസ് ടു ഡിസ്ക്ലോസ്. അപ്പോൾ ഇവിടെ എന്താ ട്രാൻസ്പെറൻസിയുടെ ഒരു കോൺട്രഡിക്ടറി ഐഡിയ ആണ് ഇവിടെ വരുന്നത് അല്ലേ? ബട്ട് റെഫ്യൂസ് ടു ഡിസ്ക്ലോസ് എനി ഫിനാൻഷ്യൽ. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒരു ഓപ്പൺനെസ് എന്നുള്ളൊരു മീനിങ് ഇസ്ന്റ് ഇറ്റ്? ഓപ്പൺനെസ് ആണ് ട്രാൻസ്പെറൻസി. റെഫ്യൂസിങ് ഡിസ്ക്ലോഷർ എന്താണ്? ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ആണ് വരുന്നത് ഇസ്ന്റ് ഇറ്റ്? ഇറ്റ് ഈസ് കോൺട്രഡിക്റ്റിംഗ്. അപ്പോൾ ബി ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇങ്ങനെ തന്നെ എസെൻഷ്യലി വരണം. ഓക്കെ ഓക്കെ ഓക്കെ, ഓപ്ഷൻ മാറിയതാ. യെസ്, ഇങ്ങോട്ടേക്ക് മാറിപ്പോയല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്തേക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് ഇടുന്നതാണ് കേട്ടോ. കറക്റ്റ് ആൻസറേ. ക്വസ്റ്റ്യൻ 1 ഒന്നുകൂടെ പറയണോ? കറക്റ്റ് പറഞ്ഞുതരാമല്ലോ. നോക്കിയേ, ഓൾദോ ദ കമ്പനി ക്ലെയിം ടു റെഡ്യൂസ് കാർബൺ എമിഷൻ. കാർബൺ എമിഷൻ കുറയ്ക്കണം, കാർബണിൻ്റെ പുറത്തേക്കുള്ള പുക പുറത്തു വിടുന്നത് കുറയ്ക്കണമെന്ന് കമ്പനി എയിം ചെയ്യുന്നുണ്ട്. ഇറ്റ് സിമിൾട്ടേനിയസ്ലി ഇൻക്രീസ് കോൾ പ്രൊഡക്ഷൻ. പക്ഷേ കമ്പനി എന്ത് ചെയ്യാണ്? കോളിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്തത്. ടു പ്രൊമോട്ട് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. എൻവയോൺമെൻറ്റിൻ്റെ ദീർഘകാലത്തേക്കുള്ള ഒരു സസ്റ്റൈനബിലിറ്റി, അതായത് എൻവയോൺമെൻ്റ് എന്നും നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടി. അപ്പോൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? അവർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവർ കാർബൺ എമിഷൻ കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ കോളിൻ്റെ പ്രൊഡ്യൂഷൻ അവർ ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും കറക്റ്റാണ്. കാരണം എന്താ? കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കമ്പനി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കാർബൺ എമിഷൻ അവർ കുറയ്ക്കും. പക്ഷേ സിമിൾട്ടേനിയസ്ലി അവർ മറുവശത്ത് അവർ എന്താ ചെയ്തു? ഒരു വശത്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാർബൺ എമിഷൻ കുറയ്ക്കും, പക്ഷെ മറുവശത്ത് അവരെന്ത് ചെയ്തു? കോളിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി അല്ലെ? കൽക്കരി ഉൽപ്പാദനം കൂട്ടി. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കാർബൺ എമിഷൻ കൂടുകയാണ് ചെയ്യുക അല്ലേ? ടു പ്രൊമോട്ട്, ആ വേർഡാണ് ഇവിടെ പ്രശ്നം വന്നേക്കുന്നത്. പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് അല്ലേ? എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അതും പ്രശ്നമാണ്. എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല അവരത് ചെയ്യുന്നത്. ഓക്കെ, പ്രൊമോട്ട് ചെയ്യല്ല അവരത് ചെയ്യുക. അവരത് എൻവയോൺമെൻറ്റിനെ പിന്നെയും ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ് അവിടെ വേണ്ടത്. ക്ലിയർ ആയോ ആദർശ്? ബി ആണ് കോൺട്രഡിക്ഷൻ. പക്ഷെ ഞാൻ എന്താണെന്നറിയോ എടുത്തു പറഞ്ഞത്, ഇവിടെ ഒരു ക്ലെയിംഡ് എന്നുള്ളൊരു വേർഡ് കണ്ടോ? കമ്പനി ക്ലെയിം ചെയ്തു, അവകാശവാദം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ there should be something that is contradictory coming അല്ലേ? മനസ്സിലായോ ആദർശന്? ക്ലെയിം ചെയ്യുമ്പോൾ ഇപ്പുറത്ത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഞാൻ ക്ലെയിം ചെയ്തു ഞാൻ ഫസ്റ്റ് റാങ്ക് മേടിക്കും എന്ന്, പക്ഷേ ഞാൻ പഠിക്കാതിരുന്നത് മൂലം ഞാൻ തോറ്റുപോയി. അണ്ടർസ്റ്റുഡ്? അങ്ങനെയാണ് വരുന്നത്. ഈ രണ്ട് ഭാഗവും അത് കാരണം കറക്റ്റാണ്. പക്ഷേ ഇവിടെ ടു പ്രൊമോട്ട് നേരെ കിടക്കുന്ന തെറ്റേതാ? പ്രൊമോട്ട് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ കോൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ആദർശം ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? ഇറ്റ് സിമിൾട്ടേനിയസ്ലി ഡിക്രീസ്ഡ് എന്ന് വേണ്ടേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ദ കമ്പനി എന്താ പ്രോമിസ്ഡ് എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓക്കെ പറയാം. പക്ഷെ ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവകാശവാദം ഉന്നയിക്കുക എന്നുള്ള മീനിങ് ആണ്. പക്ഷെ അവർ സീക്രറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ടാവും? കോൾ പ്രൊഡക്ഷൻ കൂട്ടാണ് ചെയ്തത്. ഓക്കെ. മൂന്നാമത്തെ, ഷീ ഈസ് വൈഡ്ലി നോൺ ഫോർ ഹെർ ഹ്യൂമിലിറ്റി ആൻഡ് മോഡസ്റ്റി, yet she constantly boasts about her superiority over others. She is widely known for her humility and modesty. Humility അല്ലേ, എന്താ പറയുക, മോഡസ്റ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൾ വളരെ പ്രശസ്തമാണ്. yet she constantly boasts about her superiority over others. പക്ഷെ എന്നിരുന്നാലും അവൾ എന്ത് ചെയ്യുന്നു? അവളുടെ കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യുന്നു? ബോസ്റ്റ് ചെയ്യുന്നു ഓവർ ഹെർ സുപ്പീരിയോറിറ്റി, അബൌട്ട് ഹെർ സുപ്പീരിയോറിറ്റി ഓവർ അതേഴ്സ്. ഏതായിരിക്കാം റൈറ്റ് ആൻസർ?
അവള് ഹ്യൂമിലിറ്റി മോഡസ്റ്റി എന്നത് അവൾ എന്താണ് രണ്ട് വേർഡാണ് ഇവിടെ. ഹ്യൂമിലിറ്റി എന്ന വേർഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബോസ്റ്റിംഗ് എന്നുള്ള ഒരു വേർഡ് അല്ലേ. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? താഴ്മ, ഇങ്ങനെ താഴ്മ കാണിക്കുക എന്നുള്ളതാണ്. ബോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ കംപ്ലീറ്റ്ലി ഞാനാണ് വലിയ ആള് എന്ന് കാണിക്കുക. ഓക്കെ, സോ നമുക്കിവിടെ വേണമെങ്കിൽ ബി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അബൌട്ട് ഹെർ സുപ്പീരിയോറിറ്റി ഓവർ അതേഴ്സ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ സുപ്പീരിയോറിറ്റി മറ്റുള്ളവരെക്കാളും കൂടുന്നത് ബോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. വീരവാദം മുഴക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഹ്യൂമിലിറ്റി ആൻഡ് ബോസ്റ്റിംഗ് ആർ ഓപ്പോസിറ്റ്സ് അല്ലേ. അപ്പോൾ അത് കാരണം ബി ഇസ് റോങ്. ക്ലിയർ ആയോ? നാലാമത്തെ, ദ റിപ്പോർട്ട് എംഫസൈസ്ഡ് the importance of mental health awareness. However, it concluded that psychological counseling is unnecessary in schools. Clear ആണ് അല്ലേ. റിപ്പോർട്ട് എംഫസൈസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ്? മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്, isn't it? മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിനെ കുറിച്ചാണ്. ഹൗവർ അത് കൺക്ലൂഡ് ചെയ്ത് എന്താണ്? സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഈസ് അൺനെസസറി ഇൻ സ്കൂൾസ്. ഏതാണ് കറക്റ്റ് ആൻസർ? സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഈസ് അൺനെസസറി ഇൻ സ്കൂൾസ്. വിച്ച് പാർട്ട് ഈസ് റോങ്? ഇത് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് എടുത്താണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അൺനെസസറി അല്ല, നെസസറി ഇൻ സ്കൂൾസ് ആണ് അല്ലേ, isn't it? റിപ്പോർട്ട് എംഫസൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ആണ്. അത് കാരണം കൺക്ലൂഡ് ചെയ്യുന്ന എന്താണ്? സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഈസ് നെസസറി ഇൻ സ്കൂൾസ് എന്നാണ് വരേണ്ടത്. അൺനെസസറി എന്ന ഭാഗമാണ് അവിടെ തെറ്റിപ്പോയത്. ഓക്കെ. The athlete expressed deep disappointment after winning the gold medal, stating that success was the worst outcome she could imagine. Athlete expressed deep disappointment after winning gold medal. Winning gold medalന് ശേഷം ഡിസപ്പോയിൻമെന്റ് ആരെങ്കിലും രേഖപ്പെടുത്തുവോ? ഇല്ല അല്ലേ. സോ ഡീപ് എന്താ പറയുക, എക്സ്പ്രസ്ഡ് ഇൻറ്റൻസ് ഹാപ്പിനെസ് എന്ന് വേണേ എഴുതാം, isn't it? ഇവിടെ നമുക്കൊരു സംശയം തോന്നാം അല്ലേ, സക്സസ് വാസ് ദ വേഴ്സ്റ്റ് ഔട്ട്കം ഷീ കുഡ് ഇമാജിൻ എന്നുള്ളതും തെറ്റ് തന്നെ അല്ലേന്ന് അല്ലേ. പക്ഷെ ഇവിടെ ഡീപ്പ് ഡിസപ്പോയിൻമെൻറ്റ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, വിന്നിങ് ഗോൾ ടിപ്പിക്കലി ഇറ്റ് ബ്രിങ്സ് ജോയ് അല്ലേ, നോട്ട് ഡിസപ്പോയിൻമെൻറ്റ്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം തെറ്റായിട്ട് വന്നത്. ഇവിടെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി സിയും എ ആൻഡ് സി കുഡ് ബി റോങ്. കാര്യം എന്താ വെച്ചാൽ athlete expressed deep disappointment after winning a gold medal. Gold medal കിട്ടുമ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവില്ല. സ്റ്റേറ്റിംഗ് ദാറ്റ് സക്സസ് വാസ് ദ വേഴ്സ്റ്റ് ഔട്ട്കം അല്ലേ, സക്സസ് വാസ് ദ ബെസ്റ്റ് ഔട്ട്കം എന്നാണ് വരേണ്ടത് അല്ലേ. ഇവിടെ ബെസ്റ്റ് എന്നായിരുന്നുവെങ്കിൽ only A is the right answer, അല്ലെങ്കിൽ എയും സിയും കറക്റ്റ് ആണ് കേട്ടോ. ബോത്ത് ആർ കറക്റ്റ്. The organization was established to protect endangered species, but it approved policies that allowed unrestricted hunting in wildlife reserves. ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന എന്തിനാണ്? കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, നിങ്ങൾ ഗ്രാമർ ബേസ്ഡിൽ ചിന്തിക്കരുത്. ഓക്കെ, ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അതെന്ത് പോളിസീസ് അപ്രൂവ് ചെയ്തു? ദാറ്റ് അലൗഡ് അൺറെസ്ട്രിക്റ്റഡ് ഹണ്ടിങ് ഇൻ വൈൽഡ് റിസർവ്സ്. അൺറെസ്ട്രിക്റ്റഡ്, അപ്പം പ്രൊട്ടക്റ്റിംഗ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന എന്താണ്? അൺറെസ്ട്രിക്റ്റഡ് ഹണ്ടിങ്ങിനെയാണ് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സി കുഡ് ബി ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? അത് കാരണമാണ് സി റൈറ്റ് ആൻസർ ആയത്. ഇച്ചിരി കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ഒരു ഇത്തിരി കൺഫ്യൂസിങ് ആണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ഒരു ഇത്തിരി നിങ്ങൾക്ക് ഇതാവുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനത്തെ പ്രാക്ടീസ് എക്സസൈസസ് നമ്മൾ ചെയ്ത് പഠിക്കണം. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ എക്സസൈസസ് ആണ് ഇനി മുതൽ പുതിയ പാറ്റേൺ അനുസരിച്ച് വരിക. ഓക്കെ, ശ്രവ്യ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. പുതിയ പാറ്റേണിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. കോണ്ടെക്സ്റ്റ് ബേസ്ഡും ഗ്രാമർ ബേസ്ഡും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ബേസ്ഡിൽ റെസ്ട്രിക്റ്റഡ്, ദാറ്റ് അലൗഡ് റെസ്ട്രിക്റ്റഡ് ഹണ്ടിങ് ആണ്, കറക്റ്റാണ്. അപ്പം കോണ്ടെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണ്ടുപിടിക്കാൻ പാടാണ്. ഗ്രാമർ എറർ ചിലപ്പോൾ നിങ്ങൾ സബ്ജക്ട് വേർബ് എഗ്രിമെൻറ്റും പ്രിപ്പൊസിഷനും കൺജങ്ഷനും ഒക്കെ നിങ്ങൾ ഒരുമാതിരി തറവാക്കി വെച്ചിട്ടുണ്ടാവും. ഈ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് വരുമ്പോൾ നമുക്ക് കോൺട്രഡിക്ടറി ഐഡിയാസ് എവിടെയാണ് കറക്റ്റ്ലി പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. സോ ഇന്നത്തെ ക്ലാസ് കുറച്ചെങ്കിലും ഫ്രൂട്ട്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ. യെസ്, ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ പ്രോബബ്ലി നമുക്ക് 3 ക്ലാസ്സസ് ഉണ്ടാവും. ട്യൂസ്ഡേ എന്തായാലും ഉണ്ടാവും, ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ
മോസ്റ്റ് പ്രോബബ്ലി വെൻസ്ഡേ ആയിരിക്കും ഉള്ളത് കേട്ടോ. ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ അത് ഞാൻ ക്ലാസ്സസിന് മുമ്പ് പറയാവുന്നതാണ്. സോ താങ്ക് യു മൈ ഡിയേഴ്സ്. അപ്പോൾ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് ആശംസിക്കുന്നു. ഹെൽത്തി ആയിട്ടിരിക്കുക എല്ലാവരും. എന്താ പറയുക, നന്നായി പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. എൻജോയ് യുവർ വീക്കെൻഡ്. മേക്ക് ഇറ്റ് മോർ പ്രൊഡക്റ്റീവ്. ഓക്കെ. So thank you Adarsh, Shravya, Suraj and all the other ones who actively participated in today's discussion. എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ കാണുന്നവരേക്കും see you, bye bye, take care. Okay. Yes.